പുറത്തിറങ്ങി നിന്ന് ഇസ്ലാമിനെ വിമർശിക്കുന്നു എന്ന് പറയുകയും എന്നിട്ട് മുസ്ലിം തീവ്രതയോടും തീവ്രവാദത്തോടും മതത്തോടും ഒരാഭിമുഖ്യം ഇപ്പോഴും ഇവരുടെയൊക്കെ ഉള്ളിൽ കിടപ്പുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവരുടെ വാക്കുകളോട് വെളിവരുന്നത്. ഇവിടെ നമ്മൾ ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ മുസ്ലിങ്ങളെ വിമർശിച്ചു, അത് വംശീയമായി അധിക്ഷേപിച്ചു എന്ന് പറയുകയും, നമ്മൾ ക്രിസ്ത്യാനികളുടെ കാര്യം പറയുമ്പോൾ ക്രിസംഗികളോ ഇങ്ങനെയൊക്കെ പേരിട്ട് വിളിച്ചു, എല്ലാ ക്രിസ്ത്യാനികളെ അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പാലാ ബിഷപ്പിൻ്റെ വിഷയമാണല്ലോ ഇത്രയും ചർച്ചയ്ക്കൊരു കാരണമാക്കിയത്. പാലാ ബിഷപ്പ് എടുത്തു പറഞ്ഞൊരു കാര്യം ചില ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ചില ആൾക്കാരെന്ന് തന്നെ പറഞ്ഞു, അത് പൊതുവിൽ പറഞ്ഞില്ല. ഇപ്പം ഇസ്ലാമിൻ്റെ വിഷയം വരുമ്പോൾ അങ്ങനെ പറയാനും പറ്റത്തില്ല. എന്നാൽ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ ഇസ്ലാമിൻ്റെ മതഗ്രന്ഥമായ ഖുറാനെക്കുറിച്ചോ ഹദീസുകളെക്കുറിച്ചോ കാര്യമായ അറിവില്ലാത്ത ആൾക്കാരുണ്ട്. അവരെ നമ്മളൊരു പക്ഷേ ഇതിനകത്ത് കൂട്ടാൻ പറ്റിയില്ല. ഇന്നത്തെ തീവ്രവാദങ്ങൾക്കോ തീവ്രവാദത്തിന് സപ്പോർട്ട് ചെയ്യുന്നവർക്കോ ഒന്നും അവരെ അതിനകത്ത് ഉൾപ്പെടുന്നില്ലെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. കുറേ പേരുണ്ട്. പിന്നെ മുസ്ലിങ്ങൾ എന്ന പദം ഉപയോഗിച്ചു എന്നുള്ളതാണ് പ്രശ്നം. എനിക്ക് തോന്നുന്നു അനിൽ അന്ന് തന്നെ ഒരു മറുപടി ആ വിഷയത്തിനകത്ത് ലിയാഖത്തിലേക്ക് കൊടുത്തായിരുന്നു, ഞാൻ കണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബൈബിൾ വിശ്വസിക്കുന്ന ഒരുവൻ പിന്മാറിപ്പോയിട്ട് തിരിച്ചു വന്നാൽ അവൻ വിശുദ്ധനായി മാറും. അത് എല്ലാ കാലത്തും എപ്പോഴും ഞങ്ങൾ പറയുന്നൊരു കാര്യമാണ്. അതേസമയത്ത് ഇസ്ലാം മതത്തിൻ്റെ മതഗ്രന്ഥത്തിലേക്ക് ഒരുത്തൻ കൂടുതലെടുത്താൽ അവനൊരു തീവ്രവാദിയായി തീരും എന്നുള്ള സത്യമാണ്. എന്നാലും അവർ വിശ്വസിക്കുന്ന മതഗ്രന്ഥം, അവരുടെ ഇസ്ലാമിക ഗ്രന്ഥം തന്നെ അവരെ പഠിപ്പിക്കുന്നൊരു കാര്യം അവർ മറ്റുള്ളവരോട് പരുഷമായി പെരുമാറണം തന്നെയാണ്. അതറിയാതെ ജീവിക്കുന്നൊരു ഒത്തിരി പേരുണ്ടെന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സമാധാനം എന്ന് പറയുന്നത്. ഈ മതഗ്രന്ഥത്തിൻ്റെ തീവ്രതയും അത് പഠിപ്പിക്കുന്ന ഭീകരതയും അറിയാതെ കഴിയുന്ന കുറേ പേരുണ്ട്. എന്നാൽ അവരെയൊക്കെ ഉൾപ്പെടുത്തി, ഒരുപക്ഷെ അങ്ങനെ അവരെ ഒഴിവാക്കി വേണം നമുക്ക് പറയാൻ പറ്റുമായിരിക്കും. എന്നിരുന്നാലും ഇന്ന് നമ്മൾ കാണുന്ന ഒരു കാര്യം, ഈ എക്സ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നവരിൽ നിന്ന് നമുക്കൊരു സംശയത്തോടെ അവരെ നോക്കേണ്ട ഒരു കാഴ്ച. ഇപ്പോൾ എനിക്കൊന്ന് അജീഷ് അത് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു തോന്നുന്നു. ഒരുപക്ഷെ ഇവരുടെ ഹദീസുകൾ, ഈ പറയുന്ന ഹദീസുകളായിരിക്കും ഇവരെ അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. പുറത്തിറങ്ങി നിന്നിട്ടാണെങ്കിലും അള്ളാഹുവിനോട് കൂട്ടിച്ചേർക്കാതെ നിന്ന് സംസാരിക്കാമെങ്കിൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഹൂറികളെ കിട്ടുമെങ്കിൽ ആ ഉള്ളിൽ കിടക്കുന്ന ആ മതത്തിൻ്റെ അത് നഷ്ടപ്പെടാതെ അവർ സൂക്ഷിക്കുന്നു എന്നുള്ള തെളിവാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകളും ക്രിസ്ത്യാനിറ്റിയോടുള്ള ഇവരുടെ പ്രത്യേക തരത്തിലെ പകപോക്കൽ എന്ന പോലെ കാണുന്ന കുറേ പരാമർശങ്ങളും വിമർശനങ്ങളും. അതുകൊണ്ട് ഈ കാര്യം ചർച്ച ചെയ്യപ്പെട്ടെ ഞാൻ കേൾക്കാം. താങ്ക് യു വെരി മച്ച്. സത്യ ബ്രദർ ഇല്ല ടീസം ബ്രദർ ബ്രദറെ എന്നെ ഓക്കെ, എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അഭിവാദനങ്ങൾ. പ്രിയ സഹോദരങ്ങൾ, എന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തിയതാണ് യമുക്കളുടെ ഈ മുഖം മാറ്റം. അനിൽകുമാർ ബ്രദർ ഈ വിഷയത്തെ കുറിച്ച് ഇസ്ലാമിസ്റ്റുകൾ പ്രതിസന്ധിയിലാവുമ്പോൾ യമുക്കളുടെ നിറം മാറുന്നതിനെ കുറിച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇന്നത്തെ സംഭവങ്ങളിലൂടെ തെളിയിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം ഒരു ആശയ സംവാദത്തെ തീവ്രവാദമായ താലിബാനോട് ചേർത്ത് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ പാലാ പിതാവ് പറഞ്ഞ ഒരു ആശയപരമായ ആർഗ്യുമെന്റിനെ അത് യഥാർത്ഥത്തിൽ താലിബാന് തുല്യമായി മുജാഹിദ് ബാലുശ്ശേരിക്കും സലഫിസത്തിന്റെ ഭാഗമായ MM മൊബിറിനോടൊക്കെ ചേർത്ത് വെച്ച് ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളുടെ ആശയ പ്രചരണത്തെയും ഡിഫൻസിനെയും താറടിക്കുക എന്ന യമുക്കളുടെ ഈ പദ്ധതി വളരെ വ്യക്തമായും കൃത്യമായും അവരുടെ പ്രൊപ്പഗണ്ടയായ നിരീശ്വരവാദത്തെ പ്രോത്സാഹിപ്പിക്കാനും ക്രിസ്ത്യാനിറ്റിയെ തകർക്കുന്നതിന് പരോക്ഷമായിട്ടെങ്കിലും ക്രിസ്തുമതത്തിന്റെ മത നേതാക്കളെ അവഹേളിച്ചുകൊണ്ടും മത നേതാക്കളുടെ സമുദായത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകളെ തകർക്കാൻ വേണ്ടിയുമുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമാണെന്ന് ഞാൻ തിരിച്ചത്. ഹാരിസ് ഹുസൈൻ ഒരു വീഡിയോ ലൈവ് ചെയ്തിരുന്നു. അതിനകത്ത് ഞാൻ അതിന് മറുപടി കൃത്യമായി കൊടുത്തിരുന്നു. അതിൽ പാലാ പിതാവിനെ മുജാഹിദ് ബാലുശ്ശേരിയോടാണ് ഉപമിക്കുന്നത്. ഈ വളരെ അപൂർവമായ ചില സാഹചര്യങ്ങളിൽ ചില മെസ്സേജുകൾ കൊടുക്കുന്നത് പോലെയാണോ മുജാഹിദ് ബാലുശ്ശേരി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്രിസ്തു മതത്തെയും സകല ക്രിസ്ത്യാനികളെയും സകല മതത്തെയും തന്തയ്ക്ക് വിളിക്കുന്നതും പാരമ്പര്യം ഇല്ലാത്തവരെന്നും വേശ്യകളെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇതിൽ നിന്ന് തന്നെ ഹാരിസ് ഹുസൈനൊക്കെ ഓക്കെ, യമുക്കളിൽ ചില ആളുകളൊക്കെ ഒരു സാധാരണ സ്ഥലത്ത് ചിന്തിക്കുന്നവരാണെങ്കിലും ഇവരുടെ നേതാക്കന്മാരായ ഹാരിസ് ഹുസൈനും ഷിയാഖ് ഈ ജബാർ മാഷും ഒക്കെ പറയുന്നത് നമ്മൾ കേൾക്കണ്ട. ഇന്നലെ ജബാർ മാഷിന്റെ ഒരു വീഡിയോ ഞാൻ കാണുകയുണ്ടായി. അതിനകത്ത് അദ്ദേഹം പറയുന്ന ഇതാണ്: കേരളത്തിൽ സ്വതന്ത്ര ചിന്ത വളരുകയും എന്നാൽ മതങ്ങൾ തകർക്കപ്പെടുകയും മത നേതൃത്വത്തിന്റെ താല്പര്യങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തപ്പോൾ
ആസൂത്രിതമായി 3 മതങ്ങളുടെ നേതാക്കൾ ഒരുമിച്ച് കൂടി ഉണ്ടാക്കിയ ഒരു വർഗീയ പ്രശ്നമാണിത്. ഇതിലൂടെ മതങ്ങളിലേക്ക് ആളുകളെ കൂടുതൽ ആകർഷിക്കാനും അങ്ങനെ മതവർഗീയതയിലൂടെ വിശ്വാസികളെ പിടിച്ചു നിർത്താനുമുള്ള ഒരു തന്ത്രമാണെന്നും പറഞ്ഞ് ഇന്നലെയോ മിനിഞ്ഞാന്നത്തെ ഒരു വീഡിയോ ജവാർ മാഷ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇവരുടെ അടിസ്ഥാനപരമായ ആവശ്യം മതനിഷേധികളും ദൈവനിഷേധികളുമായി ആളുകളെ മാറ്റുക, അതിന് സഹായമായ മാർഗം. ഇസ്ലാം മതത്തിനെ ഡിഫെൻഡ് ചെയ്യുന്നതിലൂടെ, ഇസ്ലാം മതത്തിന്റെ തിന്മകളെ ചൂണ്ടിക്കാണിക്കുന്നതിലൂടെ സത്യം തിരിച്ചറിയുന്ന എക്സ് മുസ്ലിംസ് ഒരിക്കലും ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോകരുത്, പകരം ഇവരുടെ വികൃതമായ നിരീശ്വരവാദത്തിന്റെ ചിന്തകളിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഇവരുടെ തന്ത്രമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ക്രിസ്തു മതത്തിന്റെ അവഹേളിക്കുന്നത് ഇതിന്റെ ഭാഗമാണെന്നാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഓക്കെ, ആലങ്ങാട് സാർ. ഞാനിപ്പോ ഒരു വേറെ സ്ഥലത്താണ്, എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. ഞാൻ ഒരു അല്പനേരം കഴിഞ്ഞിട്ട് സംസാരിക്കും. ഓക്കെ ഓക്കെ. ജയ്സ് ബ്രദർ. എന്നോടാണോ? അതെ ബ്രദർ. നമ്മൾ ഈ എക്സ് മുസ്ലിംസ് എന്ന് പറയുമ്പോൾ ബൈ ഡെഫിനിഷൻ ഈ എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നേരത്തെ ആയിരുന്നു മുസ്ലിം ആയിരുന്നു, ഇപ്പോൾ മുസ്ലിംസിനെ എതിരെന്നല്ല, ഇപ്പം മുസ്ലിം അല്ല എന്നർത്ഥത്തിലാണ്. നാച്ചുറലി അതിൻ്റെ കൂടെ നമ്മൾ അറിയാതെ എടുത്തു വെക്കുന്ന ഒരു ചിന്തയുണ്ട്, ഇവരെല്ലാം യുക്തിവാദികളാണെന്ന്. യുക്തിവാദികളെന്ന് വെച്ചാൽ എന്തോ ഒരു ഹൈ ലെവൽ തോട്ട് പ്രോസസ് ഉള്ളവരാണെന്ന് ഒരു ധാരണ ആൾക്കാരുടെ മുമ്പിൽ കൊണ്ടുവരാൻ പലപ്പോഴും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. യുക്തിവാദികൾ എന്ന് പറയുന്നത്, അല്ലെ ഫ്രീ തിങ്കിങ് എന്ന് പറയുന്നത്, ദൈവമില്ലെന്നും എല്ലാ ദൈവത്തിനെയും എതിർക്കണമെന്നുള്ള അർത്ഥത്തിൽ എങ്ങും ലോകത്തെങ്ങും, കേരളത്തിലെ യുക്തിവാദികളല്ലാതെ വേറെ എങ്ങും നമ്മൾ കണ്ടിട്ടില്ല. ഈ കഴിഞ്ഞ ഒരു 3 ആഴ്ചയായിട്ട് ഇവിടെ കണ്ടുവരുന്ന കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. വളരെ വളരെ എന്ന് വെച്ചാൽ ഈ ഒരു എക്സ് മുസ്ലിംസ് എന്ന് പറയുന്ന ഒരു എല്ലാവരും അല്ല, ഒരു ചില ആൾക്കാർക്ക് വളരെയധികം സ്ലോലി നമ്മുടെ മനസ്സിലും, അല്ലെങ്കിൽ ഈവൻ ക്രിസ്ത്യാനികളുടെ മനസ്സിൽ പോലും ഈ യുക്തിവാദികൾക്കും കേരളത്തിലെ യുക്തിവാദികൾക്ക് പോലും പറ്റാത്ത തരത്തിൽ വ്യത്യസ്തമായിട്ട് ചിന്തിപ്പിക്കാൻ ഒരു പക്ഷേ ഇച്ചിരി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളത് ആദ്യമേ ശ്രദ്ധിക്കേണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് ഈ വ്യത്യാസങ്ങൾ കാണുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുന്നതൊക്കെ ഭയങ്കര തെറ്റായ പ്രവണത എന്ന് വെച്ചാൽ ഒരു വിശ്വാസ സമൂഹത്തെ രാഷ്ട്രീയവൽക്കരിക്കുക, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കലായിട്ട് ചിത്രീകരിക്കുന്ന, ഒരു സമൂഹത്തെ മൊത്തം പൊളിറ്റിക്കലായിട്ട് ചിത്രീകരിക്കുകയും അതിലൊരു പാലാപിതാവിൻ്റെ ഫേസ്, സംക്രിഡാപ്പി എന്ന പേരിട്ട് പാലാപിതാവിൻ്റെ ഫേസ് മുദ്ര കുത്തുന്ന രീതിയിൽ ചിത്രീകരിക്കുകയൊക്കെ ചെയ്യുന്നത്, അത് ഒരു ഫ്രീ തിങ്കർ എന്ന നിലയിൽ അത് ഒട്ടും യോജിക്കുന്നതല്ലെന്ന് മാത്രമല്ല തെറ്റാണ്. ഫ്രീ തിങ്കർ അല്ലാത്തതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്കത് ക്ലിയറായിട്ട് കാണാം. യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല ചില പ്രധാന ആൾക്കാരെയൊക്കെ. അവർ യഥാർത്ഥത്തിൽ എക്സ് മുസ്ലിം ആണോ അതോ ഇപ്പോൾ നിലവിലാണോ അവർ ശരിക്കും മുസ്ലിം എന്ന് ചോദ്യം ചെയ്യേണ്ടതായിട്ടൊരു അവസ്ഥയിലാണ് നമ്മൾ കാണുന്നത്. വരുന്ന നമ്മൾ കൂടുതൽ സംസാരിക്കുമ്പോൾ കൂട്ടത്തിൽ ആഡ് ചെയ്തോളാം. അജേഷ് ബ്രദറെ, വിഷയാവതരണത്തിന് അനിൽ ബ്രദറിനെ ക്ഷണിച്ചാലോ? ഓക്കെ 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 ഓക്കെ. അനിൽ ബ്രദറെ കേൾക്കാമോ ബ്രദറെ? ഓക്കെ. ദയവായി എല്ലാവരും മൈക്കൊന്ന് മ്യൂട്ട് ചെയ്ത് വെച്ച ഉപകാരമായി. മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഈ റൂമിനകത്തുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും, സ്പീക്കേഴ്സ് പാനലിലുള്ളവർക്കും താഴെയുള്ള എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹ വന്ദനങ്ങൾ പ്രാരംഭമായി അറിയിക്കുകയാണ്. വളരെയധികം കോൺട്രവേഴ്ഷ്യൽ ആയ ഒരു സബ്ജക്റ്റ് ആണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്. അതിസമർത്ഥമായി കേരളീയ പൊതുസമൂഹത്തെ കബളിപ്പിച്ചുകൊണ്ട് നിരീശ്വരവാദികളുടെ ഇടയിൽ ഇസ്ലാമിനെ എതിർക്കുന്നവരാണെന്ന ഭാവേന ജീവിച്ചു വരുന്ന ഒരു പ്രത്യേക വിഭാഗം ആളുകളെ ഒന്ന് തുറന്നു കാണിക്കണമെന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇന്നത്തെ ഈ ചർച്ച ട്രൂത്ത് ഫൈറ്റേഴ്സ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഏതാണ്ട് പല പതിറ്റാണ്ടുകളായി നിരീശ്വരവാദികൾ രംഗത്തുണ്ട്. ആദ്യകാല നിരീശ്വരവാദികളെ നമ്മൾ എടുക്കുകയാണെങ്കിൽ പല മതങ്ങളിൽ വിശ്വസിച്ചിരുന്ന ആളുകൾ തങ്ങളുടെ മതവിശ്വാസവും ദൈവവിശ്വാസവും സമ്പൂർണമായി ഉപേക്ഷിച്ച് ദൈവമില്ല എന്നുള്ള മറ്റൊരു വിശ്വാസത്തിലേക്ക് എത്തിപ്പെട്ടവരായിരുന്നു അവരെല്ലാം എന്ന് കാണാം. ഇക്കൂട്ടത്തിൽ അല്പമെങ്കിലും ബുദ്ധിയും ബോധവും വിവരവും ചിന്താശേഷിയൊക്കെ ഉള്ള ആളുകൾ തങ്ങളെ സ്വയം വിശേഷിപ്പിച്ചിരുന്നത് നിരീശ്വരവാദികൾ അല്ലെങ്കിൽ നാസ്തികർ എന്നാണ്. അങ്ങനെയായിരുന്നു. പിന്നെ അത്രയ്ക്കങ്ങ് ബുദ്ധിയും ബോധവും ഇല്ലാത്ത ടീംസ് ആണെങ്കിൽ തങ്ങളെ യുക്തിവാദികളെന്നും സ്വയം വിശേഷിപ്പിച്ചിരുന്നു. യുക്തിവാദിയും നിരീശ്വരവാദിയും തമ്മിലുള്ള ബന്ധം പോലും അറിയാത്ത ടീമുകളായതുകൊണ്ടാണ് അവർ അങ്ങനെ തങ്ങളെ സ്വയം വിശേഷിപ്പിച്ചിരുന്നത്. പക്ഷെ ഈ രണ്ട് വിശേഷണമല്ലാതെ അവരിൽ ഒരാളും തങ്ങൾ വിട്ടുപോകുന്ന ആ മതത്തിന്റെ പേരിൽ തങ്ങളെ തന്നെ വിശേഷിപ്പിച്ചിരുന്നില്ല. അതായത് എക്സ് ഹിന്ദു എന്നോ എക്സ് മുസ്ലിം എന്നോ
എക്സ് ക്രിസ്ത്യാനി എന്നോ അവരാരും ഞങ്ങളെ വിശേഷിപ്പിച്ചിരുന്നില്ല. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഞാൻ നിരീശ്വരവാദിയാണ് അല്ലെങ്കിൽ യുക്തിവാദിയാണ്. അത്രേ ഉള്ളൂ. അവരുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ആ വിധത്തിലായിരുന്നു. അല്ലാതെ എക്സ് എന്ന് ചേർത്ത് എക്സ് എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ പഴയ മതം അതിനോട് ചേർക്കുന്ന ആ പരിപാടി അവർക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോ ഒരു കൂട്ടര് തങ്ങളെ സ്വയം എക്സ് ചേർത്ത് വിശേഷിപ്പിക്കുന്നുണ്ട്. അതാണ് ഈ എക്സ് മുസ്ലിങ്ങൾ അഥവാ എമുക്കൾ എന്നറിയപ്പെടുന്നത്. എക്സ് മുസ്ലിം യുണൈറ്റഡ് എന്നുള്ളതാണ് എമു. അതിന്റെ ചുരുക്കപ്പേരാണ് എമു എന്ന് പറയുന്നത്, എക്സ് മുസ്ലിംസ് യുണൈറ്റഡ്. കേരളത്തിൽ ഏതാണ്ട് 2015 ശേഷമാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ എക്സ് മുസ്ലിങ്ങൾ എന്നുള്ള പേര് പ്രബലപ്പെടാൻ തുടങ്ങുന്നത്. അതിനു മുമ്പ് വരെ ഇസ്ലാം മതം ഉപേക്ഷിച്ച് നിരീശ്വരവാദികളാകുന്നവര് തങ്ങളെ നിരീശ്വരവാദി എന്നോ അല്ലെങ്കിൽ നാസ്തികനെന്നോ യുക്തിവാദി എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചിരുന്നത്. എന്തുകൊണ്ടാണ് ഈ 2015 ശേഷം എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഒരു വിഭാഗം കേരളത്തിൽ പ്രബലപ്പെട്ടു വന്നത്? നിരീശ്വരവാദികളുടെ ഇടയിൽ നിന്ന് തന്നെ അവരിങ്ങനെ പ്രബലമായി വന്നത്. ഇന്നത്തെ ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ആ കാര്യം ഒന്ന് അറിഞ്ഞിരിക്കണം. ഇത് ഇവരുടെ ഈ ജിഹാദികളുടെ ആഗോള തന്ത്രത്തിന്റെ ഒരു ഭാഗമാണ്. ഈ ഖുറാനും ഹദീസുകളും അനുസരിക്കുന്ന ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടിയാകുന്നത് വരെ അമുസ്ലിങ്ങൾക്കെതിരെ അവർ നടത്തി വന്നിരുന്ന പോരാട്ടങ്ങൾ, ഈ പണ്ടുകാലത്ത് അവർ നടത്തി വന്നിരുന്ന പോരാട്ടങ്ങളൊക്കെ അതേ വിധത്തിൽ അവർക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. പല രാജ്യങ്ങളെയും കീഴടക്കി അവിടെയുള്ളവരുടെ കഴുത്തിൽ വാള് വെച്ച് മുസ്ലിങ്ങളാക്കി മാറ്റിയിട്ടൊക്കെ ഉണ്ട് പണ്ട്. അത് ചരിത്രം നോക്കിയാൽ അറിയാം. പക്ഷെ ഈ ആധുനിക കാലഘട്ടത്തിൽ ജനാധിപത്യ ഭരണക്രമമൊക്കെയുള്ള ഈ ആധുനിക കാലഘട്ടത്തിൽ ഇപ്പൊ നടത്തുന്ന ഇങ്ങനെയുള്ള ഈ പോരാട്ടങ്ങളുടെ ഫലം അത് പ്രതീക്ഷിച്ച അത്ര വിജയം കാണുന്നില്ല, പ്രയോജനപ്പെടുന്നില്ല എന്ന് കണ്ടപ്പോ അവരവരുടെ തന്ത്രം മാറ്റാൻ നിർബന്ധിതരായി. അങ്ങനെ അവർ പുതിയ ഒരു ജിഹാദ് പുറത്തെടുത്തു. അമേരിക്കൻ സർക്കാർ രേഖകളിൽ ആ ജിഹാദിന്റെ പേരെന്ന് പറയുന്നത് ജിഹാദ് 2.0 എന്നുള്ളതാണ്. എന്താണ് ഈ ജിഹാദ് 2.0 എന്നൊരു പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. അത് മറ്റൊന്നുമല്ല, സോഷ്യൽ മീഡിയ ജിഹാദിന് അമേരിക്കൻ ഗവൺമെന്റ് ഇട്ടിരിക്കുന്ന പേരാണ്. നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്താൽ മതി. ജിഹാദ് 2.0 എന്ന് ഇംഗ്ലീഷിൽ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള വിവരം കിട്ടും. അമേരിക്കൻ സർക്കാർ അവരുടെ ആ കോൺഗ്രസിൽ സമർപ്പിച്ച രേഖകളിലൊക്കെ നെറ്റിൽ ലഭ്യമാകും. ഏതാണ്ട് 1990കളുടെ അവസാനം അല്ലെങ്കിൽ 2000ത്തിന്റെ തുടക്കം മുതൽ മുസ്ലിങ്ങൾ ലോകവ്യാപകമായി ആരംഭിച്ച ഒരു യുദ്ധതന്ത്രമാണ് ഇന്റലക്ച്വൽ ജിഹാദ് എന്ന് പറയുന്നത്. ഓരോരോ രാജ്യങ്ങളിലുമുള്ള ബുദ്ധിജീവികളെ വിലക്കെടുത്തുകൊണ്ട് അവരിലൂടെ, അതായത് അവർക്ക് ആ ബുദ്ധിജീവികൾക്ക് സമൂഹത്തിൽ ഒരു സ്വീകാര്യതയുണ്ടല്ലോ, ഒരു നിലയും വിലയുണ്ട്, അവരുടെ വാക്കുകൾക്ക് ഒരു വിലയുണ്ട്. അപ്പൊ ഇവരെ അങ്ങ് വിലക്കെടുക്കുകയാണ്. അങ്ങനെ ഇവരെ വിലക്കെടുത്തുകൊണ്ട് അവരിലൂടെ ഇസ്ലാമിക ആശയങ്ങൾ പതുക്കെ പതുക്കെ സമൂഹത്തിലേക്ക് കുത്തിവെക്കുകയോ അല്ലെങ്കിൽ ആ ബുദ്ധിജീവികളെ വിലക്കെടുത്ത് അവരിലൂടെ ഒരു പത്രമോ അല്ലെങ്കിൽ മാസികയോ ആഴ്ചപ്പതിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആരംഭിച്ച് ആ ബുദ്ധിജീവികളുടെ പേരിനുള്ള സ്വീകാര്യതയെ സമർത്ഥമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ഇപ്പൊ നമ്മളൊരു മാസിക നോക്കുമ്പോ അല്ലെങ്കിൽ പത്രം നോക്കുമ്പോ അതിന്റെ പത്രാധിപ സ്ഥാനത്ത് ഇന്നയാളാണ്, അദ്ദേഹം ഒരു നല്ല സെക്യുലറിസ്റ്റ് ആണല്ലോ, അദ്ദേഹം നല്ല ഒരു ബുദ്ധിജീവിയാണല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ അത് വായിക്കുകയും ചെയ്യും. പക്ഷെ അതിനകത്തുള്ള പല ലേഖനങ്ങളും എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പേരിന് മാത്രമേ ഈ വ്യക്തി അവിടെ പത്രാധിപ സ്ഥാനത്ത് ഉണ്ടാവുകയുള്ളൂ. അതിന്റെ അജണ്ട മുഴുവൻ നിശ്ചയിക്കുന്നത് ഈ ജിഹാദികളാണ്, ഇന്റലക്ച്വൽ ജിഹാദികളാണ്. അപ്പൊ അങ്ങനെ ഇവരുടെ പേരുകളെ സമർത്ഥമായി ഉപയോഗപ്പെടുത്തി ഒന്നുകിൽ ഇസ്ലാമിന് അനുകൂലമായി, അല്ലെങ്കിൽ ഈ ഇസ്ലാം ശത്രുപക്ഷത്ത് നിർത്തിയിട്ടുള്ള മതങ്ങൾക്ക് അല്ലെങ്കിൽ ഇസങ്ങൾക്ക് അല്ലെങ്കിൽ ചില സംഘടനകൾക്ക് അല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് എതിരായി വാർത്തകളും വിവരങ്ങളും ഇടയ്ക്കിടയ്ക്ക് പുറത്തു വിട്ടുകൊണ്ട് സമൂഹത്തിനെ ഒരു പ്രത്യേക രീതിയിൽ മോൾഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്റലക്ച്വൽ ജിഹാദ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. നമ്മളെ ഉള്ളിലേക്ക് കിട്ടുന്ന പല ഇൻഫോർമേഷനും നമ്മളത് യാദൃശ്ചികമായിട്ട് അല്ലെങ്കിൽ ഒരു സാധാരണ ലെവലിൽ നമ്മൾ എടുക്കുമെങ്കിലും വേറെ ചില ആളുകൾ കൃത്യമായ അജണ്ടയോടുകൂടെ തന്നെ അവര് അത് നിയന്ത്രിക്കുന്ന എന്തൊക്കെ ഇൻഫോർമേഷൻ നമ്മളിലേക്ക് എത്തണം, എന്തൊക്കെ എത്താൻ പാടില്ല എന്ന്. ഇപ്പൊ തന്നെ നമുക്കറിയാം 21,000 കോടി രൂപയുടെ ആ മയക്കുമരുന്ന് പിടിച്ചിട്ട് എത്ര പത്രങ്ങളിൽ അത് വാർത്ത വന്നു. അല്ലെങ്കിൽ ഇസ്ലാമിനെതിരായിട്ട് വരുന്ന സംഭവങ്ങൾ ഇസ്ലാമിനെതിരായിട്ട് ഇപ്പൊ നൈജീരിയയിൽ കൂട്ടക്കൊല നടത്തുന്നു, മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്യുന്നു, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുന്നു. നമ്മൾ അതൊന്നും അറിയുന്നതേ ഇല്ല, ഇവിടെ അറിയുന്നതേ ഇല്ല. സോഷ്യൽ മീഡിയയിലും ഇത്തിരിയൊക്കെ അറിയുന്നിരിക്കും, അല്ലെങ്കിൽ പത്രങ്ങളിലൊന്നും അറിയുന്നതേ ഇല്ല. എന്നാൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഒരു കുഞ്ഞോ അല്ലെങ്കിൽ മുതിർന്ന ആളോ ആരോ ആകട്ടെ പലസ്തീനിൽ കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ അമേരിക്കയുടെ ആക്രമണത്തിൽ ബോംബിട്ടോ അല്ലെങ്കിൽ അമേരിക്കൻ പട്ടാളക്കാരെ വെടിവെച്ചിട്ടോ ഒരു മുസ്ലിം കൊല്ലപ്പെട്ടു, നമ്മൾ അറിയും, കൃത്യമായിട്ട് നമ്മൾ അറിയും. പത്രങ്ങളിൽ, മനോരമ അടക്കമുള്ള എല്ലാ പത്രങ്ങളിലും അത് വാർത്തയായിട്ട് വരും. അതാണ് ഇന്റലക്ച്വൽ ജിഹാദ് എന്ന് പറയുന്നത്.
ഒന്നുകിൽ ഇസ്ലാമിന് അനുകൂലമായിട്ടുള്ള വാർത്തകൾ, അതല്ലെങ്കിൽ ഇസ്ലാം ശത്രുപക്ഷത്ത് നിർത്തിയിട്ടുള്ള മതങ്ങൾക്കും സംഘടനകൾക്കും ഇസങ്ങൾക്കും വ്യക്തികൾക്കും എതിരായിട്ട് ആ വ്യക്തികളുടെ വിശ്വാസ്യത ഇല്ലാതാക്കത്തക്ക നിലയിൽ അവരെ തേജോവധം ചെയ്തുകൊണ്ട് അവരുടെ ആ പൊതുസ്വീകാര്യത നഷ്ടപ്പെടത്തക്ക നിലയിലുള്ള വാർത്തകൾ കൃത്യമായ ഇടവേളകളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതാണ് ഈ ഇന്റലക്ച്വൽ ജിഹാദ് എന്ന് പറയുന്നത്. ഇപ്പൊ പത്രങ്ങളും മാസികകളും മാത്രമല്ല, ടെലിവിഷൻ ചാനലുകളും ആരംഭിച്ച് ഇന്റലക്ച്വൽ ജിഹാദികൾ പൊതുസമൂഹത്തിൽ സ്വീകാര്യത നേടിയെടുക്കാൻ ആഗോളപരമായി തന്നെ അവർ പരിശ്രമിക്കുന്നുണ്ട്. കേരളത്തിൽ അവർ അക്കാര്യത്തിൽ വിജയിച്ചു എന്ന് തന്നെ പറയാം. കേരളത്തിൽ അവർക്ക് അതിന് വേണ്ടുന്ന മാധ്യമങ്ങളുണ്ട്, പിന്നെ TV ചാനലുകളുണ്ട്. ഇനി മാധ്യമങ്ങളിൽ അവരുടെ സ്വന്തം മാധ്യമം മാത്രമല്ലാതെ മറ്റു മാധ്യമങ്ങളിൽ അവർക്ക് വേണ്ടുന്ന ആളുകൾ, അത് പറഞ്ഞല്ലോ, ഈന്തപ്പഴവും ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കാര്യമൊക്കെ സെബാസ്റ്റ്യൻ പോളിന്റെ മകൻ അത് പറയുകയുണ്ടായി. തന്റെ പിതാവിനെ കുറിച്ച് തന്നെ അത് പറയുകയുണ്ടായി. സെബാസ്റ്റ്യൻ പോളിന്റെ മകൻ സ്വന്തം മനസാക്ഷിയോട് സത്യസന്ധത പുലർത്തണം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് നമ്മളത് അറിഞ്ഞു. പക്ഷെ ഇതേപോലെ പല ബുദ്ധിജീവികളുടെയും മക്കള് അദ്ദേഹത്തിനെ പോലെ തന്നെ സ്വന്തം മനസാക്ഷിയോട് സത്യസന്ധത പുലർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞാൽ കൂടുതൽ പേരെ കുറിച്ച്. അപ്പൊ ഇത് ഇന്റലക്ച്വൽ ജിഹാദിന്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നതാണ്. അതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. കേരളത്തിൽ ഇവർക്ക് പത്രങ്ങളും മാസികകളും ചാനലുകളും ഉണ്ട്. അതിൽ വന്നിരുന്ന് അവർക്ക് വേണ്ടി സംസാരിക്കാൻ മതേതര മുഖം മൂടി അണിഞ്ഞ ജിഹാദികളുടെ കാല് നക്കികളായിരിക്കുന്ന ആളുകളുണ്ട്. അവർ വേറെ മതത്തിൽപ്പെട്ടവരൊക്കെ ആയിരിക്കും, മുസ്ലിങ്ങളൊന്നും ആയിരിക്കുകയില്ല. പക്ഷെ അത് ഇവർ വിലക്കെടുക്കുന്ന ആളുകളാണ്. പിന്നെ നമ്മുടെ തന്നെ ഈ റിട്ടയർഡ് ആയി കഴിഞ്ഞ പല IAS IPS ഉദ്യോഗസ്ഥന്മാർ ഇവർക്ക് വേണ്ടി പല വേദികളിലും വന്ന് സംസാരിക്കുന്നത്, ഇതെല്ലാം ഈ ഇന്റലക്ച്വൽ ജിഹാദിന്റെ ഭാഗമാണ്. പക്ഷേ ഇവർക്ക് പാളിപ്പോയത് എവിടെയാണെന്ന് വെച്ചാൽ, ഈ ഇന്റലക്ച്വൽ ജിഹാദ് പാളിപ്പോയത് എവിടെയാണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ വന്നതോടുകൂടിയാണ്. അത് ഇവർ പ്രതീക്ഷിക്കാത്തൊരു സംഗതിയായിരുന്നു. സോഷ്യൽ മീഡിയ വന്നതോടെ ഇന്റലക്ച്വൽ ജിഹാദികൾക്ക് അടിപതറാൻ തുടങ്ങി. ഇന്റലക്ച്വൽ ജിഹാദികൾ അടിച്ചുവിടുന്ന വാർത്തകൾ അതിനൊന്നും മണിക്കൂറുകളുടെ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നുണകൾ, അവർക്ക് ആവശ്യമായ വിധത്തിൽ നുണ വാർത്തകൾ തയ്യാറാക്കി അടിച്ചു വിടുമ്പോൾ അതിനൊന്നും മണിക്കൂറുകളുടെ ആയുസ് പോലും ഇല്ലാത്ത ഒരു സ്ഥിതി വന്നു തുടങ്ങി. അവരൊരു നുണ അടിച്ചുവിട്ട അപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിലുള്ളവർ അത് ഫാക്ട് ചെക്ക് ചെയ്യും. ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ? ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇല്ലാത്തതാണെങ്കിലോ അപ്പൊ തന്നെ അത് ഇതാക്കും. പിന്നെ പൊങ്കാലയാണ്, ട്രോളുകൾ ഇറങ്ങുന്നു, ആകെ ഇവർക്ക് പണിയാണ്. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതൊരു പ്രതീക്ഷിക്കാത്തൊരു അവസ്ഥയായിരുന്നു. ഇവര് കോടികൾ മുടക്കി ചാനലുകൾ തുടങ്ങി, പത്രങ്ങൾ തുടങ്ങി ഒക്കെ ചെയ്തു. പക്ഷെ വാർത്തയ്ക്ക് ഒരു നിമിഷങ്ങളുടെ ആയുസേ ഉള്ളൂ. നൈമിഷികമായി തന്നെ അത് വിടരും മുമ്പേ കൊഴിഞ്ഞു പോകുന്ന പൂക്കൾ എന്ന പോലെ ഇവരുടെ ഈ നുണകള് സോഷ്യൽ മീഡിയ പൊളിച്ചെടുക്കുകയാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ്, ഇത് ഇവിടെ മാത്രമല്ല കേട്ടോ, കേരളത്തിൽ മാത്രമല്ല വേറെ പലയിടങ്ങളിലും ഇങ്ങനെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഇന്റലക്ച്വൽ ജിഹാദികള് അവരുടെ പുതിയ യുദ്ധതന്ത്രമായ ജിഹാദ് 2.0 അഥവാ സോഷ്യൽ മീഡിയ ജിഹാദ് എന്ന് പറയുന്നത് പുറത്തെടുക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ സോഷ്യൽ മീഡിയ ജിഹാദ് എന്ന് കേൾക്കുമ്പോൾ ചിന്തിക്കുന്നത്, നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? ഇസ്ലാമിനെതിരെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നതാണ് ഈ സോഷ്യൽ മീഡിയ ജിഹാദ് എന്ന് വിചാരിക്കും. ഇപ്പൊ താലിബാൻ ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് ഫേസ്ബുക്കിൽ, നമുക്കറിയാം. അല്ലെങ്കിൽ ക്ലബ് ഹൗസിൽ തന്നെ ഉണ്ട് കുറെ ടീമുകൾ, അങ്ങനെ താലിബാൻ ഗ്രൂപ്പുകൾ, അങ്ങനെയൊക്കെ ഉള്ളവര്. അപ്പൊ നമ്മളിവിടെ ഒരു ഒരു റൂം തുടങ്ങി എന്തെങ്കിലും ഇസ്ലാമിനെതിരെ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്ന് സംസാരിക്കാനുള്ള ധൈര്യമോ നട്ടല്ലോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അവർ അപ്പുറത്ത് റൂം തുടങ്ങിയിട്ട് അവിടെ മറുപടി പറയാനൊക്കെ നിൽക്കും. അപ്പൊ ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയ ജിഹാദ് നമ്മൾ ഒരു പക്ഷെ തെറ്റിദ്ധരിക്കും. പക്ഷെ അത് മാത്രമല്ല, അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. ഈ സോഷ്യൽ മീഡിയ ജിഹാദിന് പല തലങ്ങളുണ്ട്. അതായത് റിയൽ ആയിട്ട് ജിഹാദ് നടത്തുന്നുണ്ടല്ലോ, ഈ ആളുകളുടെ ഇടയിലൊക്കെ പോയി പൊട്ടിത്തെറിക്കുന്നത്, ജാവറുകളായി പൊട്ടിത്തെറിക്കുന്നത്. അങ്ങനെ പൊട്ടിത്തെറിക്കാൻ വേണ്ടുന്ന റിയൽ ജിഹാദിന് വേണ്ട ആൾക്കാരെ സംഘടിപ്പിക്കുന്നത് മുതൽ, ഈ സോഷ്യൽ മീഡിയ ജിഹാദ് വഴിയാണ് അവർ പലരെയും സംഘടിപ്പിക്കുന്നത്, ആളുകളെ കണ്ടെത്തുന്നതും ബ്രെയിൻ വാഷ് ചെയ്തെടുക്കുന്നതും ഒക്കെ ഇതുവഴിയൊക്കെയാണ്. അത് മുതല് ഖുർആനെയും അള്ളാഹുവിനെയും മുഹമ്മദിനെയും ഇസ്ലാമിനെയും ഒക്കെ വിമർശിച്ചുകൊണ്ട്, ആവശ്യമാണെങ്കിൽ തെറി വിളിച്ചുകൊണ്ട് സെക്കുലർ സമൂഹത്തിന്റെ മുമ്പാകെ പൊതുസ്വീകാര്യത നേടിയെടുക്കുന്ന ജിഹാദികൾ വരെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതായത് ഇസ്ലാമിനെ ഡിഫെൻഡ് ചെയ്യുക മാത്രമല്ല, ഇസ്ലാമിനെ ചീത്തയും തെറിയും വിളിച്ച് പൊതുസ്വീകാര്യത നേടിയെടുക്കുന്നവര് അതുവരെ ഇതിനകത്തുണ്ട്. അപ്പൊ എന്തിനു വേണ്ടിയാണ് അള്ളാഹുവിനെയും മുഹമ്മദിനെയും ഖുർആനെയും വരെ വിമർശിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പൊതുസ്വീകാര്യത നേടിയെടുക്കുന്ന അത്തരം ജിഹാദികൾ രംഗത്ത് ഉള്ളത് എന്ന കാര്യം ഞാൻ ചെറുതായിട്ടൊന്ന് വിശദീകരിച്ചു തരാം. ഒരു ജിഹാദി അവന്റെ യഥാർത്ഥ ഐഡന്റിറ്റിയിൽ, അതായത് ഞാൻ ഇസ്ലാം മത വിശ്വാസിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ, ആ ലെവലിൽ വന്ന് സോഷ്യൽ മീഡിയയിൽ അവൻ എന്തെങ്കിലും സംസാരിക്കാൻ തുടങ്ങിയാൽ, ഈ ഖുറാന് ഹദീസുകളും പഠിച്ചിട്ടുള്ള അമുസ്ലിങ്ങൾ അവനെ എയറിൽ കയറ്റും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ട് വേണ്ട നിങ്ങൾക്ക് അറിയാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കാണുന്നതാണത്.
ആ മുസ്ലിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരവില്ലാതെ അവന്മാര് കിടന്ന് കരയുന്നത്, ഓടുന്നത്, ചാടുന്നത്, അവിടെ ഇവിടെയൊക്കെ പോയി തെറി വിളിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതൊരു വശമാണ്. മറുവശം അതിനേക്കാൾ ഭയാനകമാണ്. ഇവന്മാരെ പൊതുസമൂഹം കാൽ കാശിന് പോലും വില കൽപ്പിക്കുന്നില്ല. ഇവരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും, കാരണം തക്കിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇപ്പൊ പൊതുസമൂഹത്തിന് അറിയാം. അപ്പൊ ഇവരെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വാക്കുകൾ ഒരാളും വിശ്വാസത്തിലെടുക്കുകയില്ല. എന്ത് പറഞ്ഞാലും അത് തക്കിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ അവരുടെ വാക്കുകൾ അവഗണിച്ച് കളയും. ഇസ്ലാമിനെ വിമർശിക്കുന്നവർക്കെതിരെ അവരെന്തൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചാലും ആളുകൾ അവരെ കളിയാക്കി ചിരിക്കുകയേ ഉള്ളൂ. ഇവൻ ഇത് തക്കി ഇറക്കുന്നതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഇത് ഇന്റലക്ച്വൽ ജിഹാദികൾക്ക് അറിയാം, ഇവരുടെ വാക്കുകൾക്ക് ഒരു വിലയും പൊതുസമൂഹം കൽപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ ഇസ്ലാമിന് വേണ്ടി പുതിയ ഒരു വിഭാഗം ജിഹാദികളെ രംഗത്തിറക്കിയത്, ഈ എക്സ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഈ പുതിയ ഒരു വിഭാഗം ജിഹാദികളെ. അപ്പൊ ഇന്റലക്ച്വൽ ജിഹാദികൾ ഇവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിന്റെ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് ഇസ്ലാമിനെയും മുഹമ്മദിനെയും ഖുർആനെയും അള്ളാഹുവിനെയും ഒക്കെ വിമർശിച്ചുകൊണ്ട് പൊതുസമൂഹത്തിന്റെ സ്വീകാര്യത നേടിയെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോ ഇവരെ സംബന്ധിച്ച് ഇങ്ങനെ വിമർശിക്കാൻ വരുന്നവരുടെ ഗുണം, അവർക്കുള്ള ഒരു നേട്ടം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒരിക്കലും ഇസ്ലാമിനെ ഡിഫെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല. നമ്മൾ ഒരിക്കലും അവരോട് പോയിട്ട് ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലേ, ഹദീസിൽ മുഹമ്മദ് ഇങ്ങനെ ചെയ്തിട്ടില്ലേ നമ്മൾ ചോദിക്കുന്നില്ല. കാരണം നമ്മുടെ കണ്ണിൽ അവർ എന്താണ്, അവരും ഇസ്ലാമിനെ വിമർശിക്കുന്നവരാണ്. അപ്പൊ ഇസ്ലാമിനെ വിമർശിക്കുന്നവരടുത്ത് പോയിട്ട് നമ്മളിതൊന്നും ചോദിക്കാൻ നിൽക്കുന്നില്ല. അപ്പൊ അതിനെ അവർക്ക് ഡിഫെൻഡ് ചെയ്യേണ്ട, അതിനുവേണ്ടി സമയം കളയേണ്ട ആവശ്യം അവർക്ക് വരുന്നില്ല. ഇസ്ലാമിക വിമർശകരെല്ലാം ഇവരെ പൊതുവെ അവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് തന്നെ പരിഗണിക്കുകയും അവർക്കെതിരെ യാതൊരു വിധമായ ആക്രമണം നടത്തുകയുമില്ല, ആശയപരമായ ആക്രമണം ഒന്നും നടത്തുന്നുമില്ല. അപ്പൊ ഇങ്ങനെ ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ട് അല്ലെങ്കിൽ ചില യൂട്യൂബ് വീഡിയോകളൊക്കെ ചെയ്ത് പൊതുസമൂഹത്തിന്റെ ആ സ്വീകാര്യത അത് നേടിയെടുക്കുക എന്നുള്ളതാണ്. പൊതുസമൂഹത്തിന്റെ മുമ്പാകെ ഒരു വിശ്വാസ്യത നേടിയെടുക്കുക. ആളുകൾ നോക്കുമ്പോൾ ഇവൻ ഇസ്ലാം ഉപേക്ഷിച്ചവൻ, സെക്യുലർ ചിന്താഗതിക്കാരൻ എന്നൊക്കെയുള്ള ആ ഒരു സ്വീകാര്യത പൊതുജനങ്ങളുടെ മനസ്സിൽ നേടിയെടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഘട്ടം. ഈ ഒന്നാം ഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് ഇന്റലക്ച്വൽ ജിഹാദികൾ ഇവരെ സമർത്ഥമായി മതത്തിനു വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇസ്ലാമിന് ഒരു പ്രശ്നം വരുമ്പോൾ, ഇസ്ലാം എന്ന മതം ഈ ജിഹാദികളുടെ ക്രൂരത മൂലം പ്രതിസന്ധിയിലാകുമ്പോൾ, അത് ചിലപ്പോ നമ്മൾ മുമ്പ് കണ്ടതുപോലെ ഫ്രാൻസില് ആ അധ്യാപകന്റെ കഴുത്തറുത്ത അതുപോലെയുള്ള കേസാകാം, അല്ലെങ്കിൽ ന്യൂസിലൻഡിൽ നമ്മളിപ്പോ കുറച്ചുനാൾ മുമ്പ് കണ്ടതുപോലെ ഒരു സ്റ്റോറിനകത്ത് കത്തിക്കുത്ത് നടത്തിയതാകാം, അതല്ല ബ്രിട്ടനിലും ഉണ്ടായല്ലോ അതേപോലെ ഇങ്ങനെ ആ പോലീസുകാരനെ കുത്തിയതൊക്കെ. അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ശ്രീലങ്കയിൽ ഉണ്ടായതുപോലെ ആ ഈസ്റ്റർ ദിനത്തിലെ ബോംബ് സ്ഫോടനം, പള്ളിയിൽ ചെന്ന് നിരപരാധികളായ 200 പേരെ പൊട്ടിത്തെറിപ്പിച്ച് കൊന്നു കളഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള ആ സംഗതികൾ എന്തോ ആകട്ടെ, അവരുടെ ക്രൂരത മൂലം ഇസ്ലാം എന്ന് പറയുന്ന മതം പ്രതിസന്ധിയിലാകുമ്പോൾ, എല്ലാ വിരലുകളും ഇസ്ലാമിന് നേരെ മാത്രം ചൂണ്ടുന്ന ഒരു സന്ദർഭം വരുമ്പോ ഈ എക്സ് മുസ്ലിങ്ങൾ തക്കിയയുമായി വരും. അവർ വന്നിട്ട് പറയുന്ന ഡയലോഗ് എന്താണെന്നറിയോ? എല്ലാ മതങ്ങളും ഒരുപോലെ കൊള്ളരുതാത്തതാണ്, ഇവരെല്ലാം ഒരുപോലെ, എല്ലാ മതങ്ങളും ഇവരെയൊക്കെ ഒരു ചട്ടിയിലിട്ട് നമുക്ക് വറുത്തു കോരാം, ഇവരെല്ലാം ഒരുപോലെ കൊള്ളരുതാത്തതാണ്, മതങ്ങളെല്ലാം മാനവിക വിരുദ്ധമാണ്, എല്ലാ മതങ്ങളും നശിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ വരും. അപ്പൊ പൊതുസമൂഹത്തിന് ഇവരുടെ മേലെ ഒരു വിശ്വാസ്യത ഉണ്ടല്ലോ. ഇവർ ഇത്രയും നാൾ ഇസ്ലാമിനെ ചീത്ത വിളിച്ചുകൊണ്ട് ഈ വിശ്വാസ്യത അവർ നേടിയെടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ആളുകൾ സംശയിക്കില്ല ഇവരെ. ആളുകൾ ചിന്തിക്കുന്ന ഇവർ പറഞ്ഞത് ശരിയാണല്ലോ, മതങ്ങളെല്ലാം മനുഷ്യന് ദ്രോഹം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇസ്ലാമിന് നേരെ മാത്രം ചൂണ്ടിയിരുന്ന വിരലുകൾ പിന്നെ എല്ലാ മതങ്ങൾക്കും നേരെ ചൂണ്ടപ്പെടുകയാണ്. മനസ്സിലായോ? അത് ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും അല്ലെങ്കിൽ സിഖുകാരും ബുദ്ധമതക്കാരും അങ്ങനെ എല്ലാ മതക്കാരും ഈ വിഷയത്തിന്റെ പേരിൽ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവന്മാര് വന്നിട്ട് ഇങ്ങനെ ഡയലോഗ് അടിക്കുന്നത്. അപ്പൊ ഇവിടെ ഇപ്പൊ നമുക്ക് ബുദ്ധമതക്കാരും സിഖുകാരും ഒന്നും ഇല്ല നമുക്കറിയാം, അല്ലെങ്കിൽ വേറെ മതക്കാർ ഇല്ല, ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ആണ് പ്രബലമായിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇവരെ പ്രതിക്കൂട്ടിലേക്ക് കൊണ്ടുവരികയാണ് ഒരു കാര്യമില്ലാതെ. അങ്ങനെ വരുന്ന സമയത്ത് ക്രിസ്ത്യാനികൾ എന്ത് ചെയ്യും? ക്രിസ്ത്യാനികൾ അവരുടെ വിശ്വാസത്തിനെ ഡിഫെൻഡ് ചെയ്യാൻ നിർബന്ധിതരാകും, ഹിന്ദുക്കൾ അവരുടെ വിശ്വാസത്തിനെ ഡിഫെൻഡ് ചെയ്യാൻ നിർബന്ധിതരാകും. ഫലത്തിൽ ഇസ്ലാമിനെതിരെയുള്ള ആക്രമണത്തിന്റെ മൂർച്ച കുറയും. ഇസ്ലാമിനെ ആക്രമിക്കുകയല്ല, മറിച്ച് ഈ എമുക്കളുടെ ആക്രമണ ശരങ്ങളിൽ നിന്ന് സ്വന്തം വിശ്വാസത്തെ ഡിഫെൻഡ് ചെയ്യേണ്ടുന്ന ഒരു ഗതികേടിലേക്ക്, ആ ഒരു സ്ഥിതിയിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് മാറപ്പെടുകയാണ്. മനസ്സിലായോ? ഒരാളും ആ സമയത്ത് ചോദിക്കുകയില്ല, സെക്യുലർ ലോകത്തുള്ള ഒരാളും ചോദിക്കുകയില്ല, മറ്റ് ഏതൊരു മതമാണ് ഇന്ന് തെരുവിൽ അക്രമം അഴിച്ചു വിടുന്നത്? ഏത് മതത്തിൽപ്പെട്ടവരാണ് അന്യമതക്കാരുടെ കഴുത്തറക്കുന്നത്, അവരുടെ ദൈവത്തിന്റെ പേരും വിളിച്ചുകൊണ്ട് അന്യമതക്കാരുടെ കഴുത്തറക്കുന്നത്? വേറെ ഏത് മതക്കാരാണ് അന്യമതക്കാരുടെ ആരാധനാലയങ്ങളിൽ പോയി സ്വന്തം ദേഹത്ത് കെട്ടിവെച്ച ബോംബുകൾ പൊട്ടിത്തെറിപ്പിച്ച് നിരപരാധികളെ കൊല്ലുന്നത്? ഇല്ല, വേറെ ഒരു മതവും ഇന്ന് ചെയ്യുന്നില്ല. അത് ചെയ്യുന്നത് ഇസ്ലാം മതം മാത്രമാണ്, മറ്റു മതക്കാരും ചെയ്യുന്നില്ല. മതങ്ങൾക്കെല്ലാം കുറെ ഇതുണ്ട്, ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്രൂരതകളുടെ ചരിത്രമുണ്ട്, അതെല്ലാ മതങ്ങൾക്കുണ്ട്. നമ്മൾ അതൊന്നും നിഷേധിച്ചുകൊണ്ടല്ല ഇത് പറയുന്നത്. അത് മതങ്ങൾക്ക് മാത്രമല്ല, മതമില്ലാത്തവർക്കും ഉണ്ട്. നിരീശ്വരവാദികൾക്കും അതുപോലെ തന്നെ ക്രൂരതകളുടെ ചരിത്രമുണ്ട്. ഈ മതങ്ങളെല്ലാം കൊന്നതിനേക്കാൾ കൂടുതൽ ആളുകളെ നിരീശ്വരവാദികൾ കൊന്നിട്ടൊക്കെ ഉണ്ട്. അത് വേറെ കണക്ക്, അതല്ല വിഷയം.
ഈ ഇസ്ലാമിനൊരു പ്രശ്നം വരുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് ഈ മതങ്ങളെ എല്ലാം ഒരേ തട്ടിലിട്ട് തൂക്കിക്കൊണ്ട് ഇവരെല്ലാം നമുക്ക് ഒരു ചട്ടിയിലിട്ട് വറുത്തു കോരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വരുന്നത്? അതാണ് ചോദിക്കേണ്ടത്. പക്ഷെ അതാരും ചോദിക്കില്ല. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇവരുടെ വാചാടോപത്തിലൂടെ മറ്റു ആളുകളെ കുപ്പിയിലിറക്കിയിട്ടുണ്ടാവും. ഇവരുടെ വാഗ്വൈഭവത്തിലൂടെ മറ്റാളുകളെ ഇവര് കുപ്പിയിലിറക്കിയിട്ടുണ്ടാവും. അപ്പൊ ഇന്റലക്ച്വൽ ജിഹാദികൾ എക്സ് മുസ്ലിങ്ങളെ കൊണ്ട് നേടിയെടുക്കുന്ന ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതാണ്. ഇസ്ലാമിനൊരു പ്രശ്നം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ അപ്പൊ ഇവരുടെ സഹായം വേണം. അത് കഴിഞ്ഞാൽ ഇവരുടെ സഹായം ആവശ്യമില്ല. അത് കഴിഞ്ഞാൽ പറയും നിങ്ങൾ പഴയത് തന്നെ തുടർന്നോ. കാരണം പൊതുസമൂഹത്തിന്റെ സ്വീകാര്യത കിട്ടണമല്ലോ. ആ സ്വീകാര്യതയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇസ്ലാമിനെ വിമർശിച്ചോ, അള്ളാഹുവിനെ വിമർശിച്ചോ, മുഹമ്മദിനെ വിമർശിച്ചോ, ഖുറാനെ വിമർശിച്ചോ, എല്ലാവരും നിങ്ങൾ വിമർശിച്ചോ, കുഴപ്പമില്ല. പക്ഷെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് അപ്പൊ മാത്രം വന്നാൽ മതി. അത് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും പഴയ ലാവണത്തിലേക്ക് തിരിച്ചു പോകും. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യമുണ്ട്. രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റു വിശ്വാസങ്ങളിൽ നിന്നുള്ള ഇസ്ലാം വിമർശകരെ നിശബ്ദരാക്കാൻ വേണ്ടി ഈ എക്സ് മുസ്ലിംസ് എന്ന് പറയുന്ന ഈ ജിഹാദികൾ, ഇന്റലക്ച്വൽ ജിഹാദികൾ, അവരുടെ കളിപ്പാവുകളായിരിക്കുന്ന ഈ എക്സ് മുസ്ലിങ്ങളെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ എല്ലാ മതങ്ങളും ഒരുപോലെ കൊള്ളരുതാത്തതാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മതത്തിലോ ദൈവത്തിലോ വിശ്വസിക്കുന്നവൻ ഇസ്ലാമിനെ വിമർശിക്കുന്നത് രണ്ട് കാലിലും മന്തുള്ളവൻ ഒരു കാലിൽ മന്തുള്ളവനെ കളിയാക്കുന്നത് പോലെയാണെന്നും പറഞ്ഞുകൊണ്ട് ഇവര് വീഡിയോകൾ ഇറക്കും, ക്ലബ് ഹൗസിൽ ചർച്ച നടത്തും, ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഇടും. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ആളുകൾക്ക് തോന്നും അത് ശരിയാണല്ലോ എന്ന്. കാരണം ഇസ്ലാം മതത്തിന് അതിൻ്റെതായ കുറവുകളുണ്ട്, ഹിന്ദു മതത്തിന് അതിൻ്റെതായ കുറവുണ്ട്, ക്രിസ്തു മതത്തിന് അതിൻ്റെതായ കുറവുകളുണ്ട്. അപ്പൊ ഓരോരോ മതത്തിനും അതിൻ്റെതായ കുറവുകൾ ഉള്ളപ്പോ എന്തിനാണ് ആ മതക്കാർ ഇസ്ലാമിനെതിരെ ഇങ്ങോട്ട് ഇങ്ങനെ കുതിര കയറാൻ വരുന്നത്? അവരവരുടെ മതത്തിനകത്തെ കുറവുകൾ ശരിയാക്കാനല്ലേ പരിശ്രമിക്കേണ്ടത്, അല്ലാതെ മറ്റ് ഇതിനെ വിമർശിക്കുകയല്ലോ വേണ്ടതെന്ന് ഇവർക്ക് കേൾക്കുന്ന ആളുകൾക്ക് തോന്നും. ഇപ്പോ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന സുർമി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ട്. അവരുടെ ഒരു ക്ലബ് ഹൗസ് റൂമിൽ വെച്ച് അവർ പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്. ഇസ്ലാമിനെ ഞങ്ങൾ എക്സ് മുസ്ലിംസ് വിമർശിച്ചോളാം, മറ്റുള്ളവർ ഇസ്ലാമിനെ വിമർശിക്കേണ്ടെന്ന്. മറ്റുള്ളവർ അവരവരുടെ മതങ്ങളെ വിമർശിച്ചാൽ മതി, ഞങ്ങൾ എക്സ് മുസ്ലിംസ് ഇസ്ലാമിനെ വിമർശിച്ചോളാം. ഇത് പറഞ്ഞ സുർമി തന്നെ പിന്നീട് ക്രിസ്ത്യാനികളെ വിമർശിച്ചുകൊണ്ടുള്ള ധാരാളം റൂമുകൾ ക്ലബ് ഹൗസിനകത്ത് ഓപ്പൺ ചെയ്യുകയോ അല്ലെങ്കിൽ അത്തരം റൂമുകളിൽ മോഡറേറ്ററായി ഇരിക്കുകയോ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ മറക്കരുത്. ഇവര് തന്നെ ഇങ്ങനെ ഈ ഡയലോഗ് അടിച്ച ഈ സുർമിയ തന്നെ ക്രിസ്ത്യാനികളെ വിമർശിച്ചുകൊണ്ടുള്ള ക്ലബ് ഹൗസ് റൂമുകൾ അവർ ഓപ്പൺ ചെയ്തു. അതിന്റെ പേരിൽ നിരീശ്വരവാദികൾ കുറെ പേര്, എക്സ് മുസ്ലിംസ് അല്ലാത്ത സാധാരണക്കാരായ നിരീശ്വരവാദികൾ ഫേസ്ബുക്കിൽ ഇവരെ കൊല്ലാക്കൊല ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂട്ടരുണ്ടല്ലോ ഇങ്ങനെ ഈ ഒരു വാദവുമായിട്ട് വരുന്നവര്, അതായത് ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്നവൻ മറ്റൊരു മതത്തെ അല്ലെങ്കിൽ ഇസ്ലാമിനെ വിമർശിക്കാൻ യോഗ്യനല്ല, അവനെ വിമർശിക്കാൻ റൈറ്റ് ഇല്ല എന്ന് പറയുന്ന ഈ ടീംസ്, ഇവർ സത്യം പറഞ്ഞ ഭരണഘടനാ വിരുദ്ധരാണ്. അതുകൊണ്ട് തന്നെ ഇവർ രാജ്യദ്രോഹികളുമാണ്. ഈ രാജ്യദ്രോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുരാജ്യത്തിനൊപ്പം ചേർന്ന് നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നത് മാത്രമല്ല കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായി ആര് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുവോ അവൻ രാജ്യദ്രോഹി തന്നെയാണ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ 19ാമത്തെ വകുപ്പുണ്ട്. ആ 19ാമത്തെ വകുപ്പ് എന്ന് പറയുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മൗലികമായ അവകാശങ്ങൾ ഉറപ്പു നൽകുന്ന ഒന്നാണ്. അതിൽ ആ 19ാം വകുപ്പിന്റെ 1ാം ഉപവകുപ്പ് എ എന്ന് പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്നതാണ്. അതായത് മൗലിക അവകാശമായിട്ട് നൽകിയിരിക്കുന്നതാണ്. ഇന്ത്യൻ പൗരത്വമുള്ള ഏതൊരു വ്യക്തിക്കും, ഇന്ത്യയിൽ ജനിച്ചവനോ ഇന്ത്യക്ക് പുറത്ത് ജനിച്ചവനാകട്ടെ, ഇന്ത്യൻ പൗരത്വം അവന് കരഗതമായി കഴിഞ്ഞാൽ അവന് നൽകിയിരിക്കുന്ന ഇതാണ്, ഇന്ത്യക്കകത്ത് വെച്ച് അവന് അവന്റെ അഭിപ്രായം പറയാം എന്നുള്ളത്. അത് മതമില്ലാത്തവർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക മതത്തിൽപ്പെട്ടവർക്ക് മാത്രമായിട്ടോ ഒന്നുമല്ല അത് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന അഭിപ്രായ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത് മതമില്ലാത്ത ആളുകൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക മതത്തിൽപ്പെട്ടവർക്ക് നിന്നുള്ള ഇന്ത്യൻ പൗരത്വമുള്ള ഏതൊരു വ്യക്തിക്കും അതുണ്ട്. അതാരുടെ ഔദാര്യമല്ല, ഒറ്റൊരാളുടെ ഔദാര്യമല്ല, അത് അവകാശമാണ്, നമുക്ക് നൽകിയിരിക്കുന്ന മൗലികമായ അവകാശമാണ്. അതായത് സർക്കാരിന് പോലും നിഷേധിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള അവകാശമാണത്. അതിനെയാണ് ഈ എക്സ് മുസ്ലിങ്ങൾ ഇത് ചെയ്യുന്നത്. അതായത് നിയമത്തിനെതിരാകാത്ത വിധത്തിൽ ഏതൊരാൾക്കും തന്റെ അഭിപ്രായം ആരെയും ഭയപ്പെടാതെ തുറന്നു പറയാനുള്ള അവകാശമാണ് ഈ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതിനെയാണ് ഈ എക്സ് മുസ്ലിങ്ങൾ നിഷേധിക്കുന്നത്. അവർ പറയുന്നത് ഏതെങ്കിലും മതത്തിലോ ദൈവത്തിലോ വിശ്വസിക്കുന്നവർക്ക് ഇസ്ലാമിനെ വിമർശിക്കാനുള്ള അവകാശമില്ല, ഇസ്ലാം ഉപേക്ഷിച്ചു പോകുന്ന ഞങ്ങൾക്ക് മാത്രം, മറ്റു നിരീശ്വരവാദികൾക്ക് പോലും ഇല്ല. അതാണ് അതിന്റെ രസം. ഒരു ഹിന്ദു അവന്റെ ഹിന്ദുമത വിശ്വാസം ഉപേക്ഷിച്ചു പോകുന്നു, ഒരു ക്രിസ്ത്യാനി അവന്റെ ക്രിസ്തുമത വിശ്വാസം ഉപേക്ഷിച്ചു പോകുന്നു, അവൻ നിരീശ്വരവാദിയായി. അവർക്ക് പോലും ഇസ്ലാമിനെ വിമർശിക്കാൻ അർഹതയില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇസ്ലാം വിട്ടുപോകുന്ന ഞങ്ങൾക്ക് മാത്രമേ അതിനെ വിമർശിക്കാൻ അർഹതയുള്ളൂ എന്ന്.
അപ്പൊ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഇത് ശരിയാണെന്ന് തോന്നുന്നു. കാരണം ഈ വിട്ടുപോകുന്ന ആൾക്കാർക്കല്ല അതിന്റെ അനുഭവങ്ങളൊക്കെ അറിയുന്നത്. അവരല്ലേ ഇതിനെക്കുറിച്ച് ശരിയായിട്ട് പഠിച്ചിട്ടുള്ളവര്, അവരല്ലേ ഇതിന്റെ കഷ്ടതയും ബുദ്ധിമുട്ടും തീക്ഷ്ണതയും ഒക്കെ അനുഭവിച്ചിട്ടുള്ളവര്. അപ്പൊ അവരുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്കല്ലേ വിമർശിക്കാൻ അർഹതയും യോഗ്യതയും ഉള്ളതെന്നൊക്കെ തോന്നിപ്പോകും. പക്ഷെ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നവർ ആലോചിച്ചോളണം, നിങ്ങൾ ഭരണഘടനയ്ക്ക് എതിരായിട്ടാണ് ചിന്തിക്കുന്നത്. ഭരണഘടന ഇന്ത്യൻ പൗരന് നൽകിയിരിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന മൗലിക അവകാശത്തിനെതിരായിട്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഏതൊരു വ്യക്തിക്കും ഏതൊരു വിഷയത്തെക്കുറിച്ചും പഠിച്ച്, അത് പ്രത്യേകം ഓർക്കണം, പഠിച്ചിട്ട് നിയമത്തിന് എതിരാകാത്ത വിധത്തിൽ ഭരണഘടന നൽകിയിരിക്കുന്ന ആ സ്വാതന്ത്ര്യത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് എന്തൊരു അഭിപ്രായവും പറയാം. അതിനെ നിഷേധിക്കാൻ ഒരാൾക്ക് സാധ്യമല്ല. നിഷേധിക്കാൻ വരുന്നെങ്കിൽ അവൻ ഭരണഘടനാ വിരുദ്ധനാണ്, വിരുദ്ധയാണ്, അതുകൊണ്ട് തന്നെ രാജ്യദ്രോഹിയുമാണ്. അപ്പൊ ഈ ഇന്റലക്ച്വൽ അതിവിദഗ്ധമായി പൊതുസമൂഹത്തിൽ സ്വീകാര്യത നേടിയെടുത്തതിന് ശേഷം, ഈ മുസ്ലിങ്ങൾ പൊതുസമൂഹത്തിൽ ഇങ്ങനെ സ്വീകാര്യത നേടിയെടുത്ത ശേഷം ഇന്റലക്ച്വൽ ജിഹാദികൾ ചൊല്ലിക്കൊടുക്കുന്ന തന്ത്രത്തിനനുസരിച്ച് ഇവർ ഭരണഘടനയെ പോലും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് പൊതുസമൂഹത്തിനുള്ളിലേക്ക് ഇത്തരം വിഷം വമിപ്പിക്കുന്നത് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഇവരുടെ മറ്റൊരു തന്ത്രമുണ്ട്, അത് പറയാം. ഞങ്ങൾ മതം വിട്ടവരാണ്, അതുകൊണ്ട് എല്ലാ മതങ്ങളെയും ഞങ്ങൾ വിമർശിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന് ഒരു പ്രശ്നം വരുമ്പോൾ മറ്റു മതക്കാരുടെ നേരെ കുതിര കയറാൻ ചെല്ലുന്നതാണ്. അത് നേരെ ഒരുമാതിരി എല്ലാവരും ഇതിനെ ന്യായീകരിക്കുകയും ചെയ്യാറുണ്ട്. ഇപ്പൊ ഇന്നലെ ഒരു ഗ്രൂപ്പിൽ വെച്ച് ആലങ്കോട സാറത്ത് പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, എക്സ് മുസ്ലിമിന് ഖുർആനും ബൈബിളും ഭഗവത്ഗീതയും ഒക്കെ ഒരുപോലെയാണ്, അവരെല്ലാത്തിനെയും വിമർശിക്കും, നിങ്ങൾ സഹിഷ്ണുതയോടെ ആ വിമർശനത്തെ നേരിടണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ അപ്പൊ പറഞ്ഞു, സാറേ അതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല, വിമർശിക്കട്ടെ, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ഞങ്ങൾ ആ വിമർശനത്തിനെ നേരിടാൻ തയ്യാറാണ്. ഞങ്ങളിപ്പോ ഇങ്ങനെ ഈ റൂം ഇട്ട് കഴിഞ്ഞപ്പോ ഇതിന്റെ ക്യാപ്ഷൻ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ കുറെ പേര് എന്നെ ഫോണിൽ വിളിച്ച്, ചില ആളുകൾ ക്ലബ് ഹൗസിൽ മെസ്സേജ് അയച്ചു. അതിനകത്ത് പല ടീമുകളുണ്ട് കേട്ടാ, ക്രിസ്ത്യാനികളും അല്ലാത്തവരുമായ ആൾക്കാരൊക്കെ ഉണ്ട്. എന്നെ ഫോണിൽ വിളിച്ചവരിലും ഈ മെസ്സേജ് അയച്ചവരിലും ഒക്കെ അവർ പറഞ്ഞു, ഇത് ശരിയല്ല, നിങ്ങൾ തമ്മിൽ അടികൂടുന്നവരല്ല, കൂടേണ്ടവരല്ല, അവര് നിരീശ്വരവാദികളാണല്ലോ, നിരീശ്വരവാദികൾക്ക് എല്ലാ മതങ്ങളും ഒരുപോലെയല്ല, അപ്പൊ നമ്മുടെ വിശ്വാസത്തെ എതിരായിട്ട് അവര് സംസാരിക്കും, അതിലിപ്പോ എന്താ പ്രശ്നം, അതങ്ങ് വിട്ടുകളാ എന്നാണ് ഇവരൊക്കെ പറഞ്ഞത്. പക്ഷെ ഇവരാരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം ഇതിനകത്തുണ്ട്. ഇത് ഇങ്ങനെയാണ്, ഇത് ഇന്റലക്ച്വൽ ജിഹാദ് എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്താണ്. അവരുടെ തല, നമ്മളീ മദ്രസ പൊട്ടന്മാരെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നത് ഇവിടെ വരുന്ന ഈ ക്ലബ് ഹൗസിലൊക്കെ വരുന്ന ആ പൂപ്പ ടീംസിനെ അല്ലേ. പക്ഷെ അങ്ങനെയൊന്നുമല്ല, പഠിച്ചിറങ്ങിയിരിക്കുന്ന നല്ല തലയുള്ള ടീംസും ഇതിനകത്തുണ്ട്. അവര് പക്ഷെ ഈ ക്ലബ് ഹൗസിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ ഒന്നും വരില്ല. അവരവിടെ ഇരുന്ന്, അവര് തിങ്ക് ടാങ്കുകളാണ് ഇതിന്റെ. അവർ ഓരോ കാര്യങ്ങൾ അവിടെ ഇരുന്ന് പ്ലാൻ ചെയ്യും. അത് നടപ്പാക്കാൻ വേണ്ടിയാണ് ഇവിടെ താഴെയുള്ള ഈ ലിയാഖത്തലിയോ സുർമിയോ അങ്ങനെയൊക്കെയുള്ള ഈ ചാവേറുകൾ, സത്താർ പോലെയുള്ള ടീംസ് ഒക്കെ ഇവിടെ താഴെ കിടന്ന് കളിക്കുന്നത്. അതല്ലെങ്കിൽ മറ്റേ വേറെ ടീംസുകൾ നമ്മളവിടെ കാണുന്നുണ്ടല്ലോ, ഇവരൊക്കെ കളിക്കുന്നത്. കാരണം ഇവരാരും ശ്രദ്ധിക്കാത്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഈ എല്ലാ മതങ്ങളും എക്സ് മുസ്ലിങ്ങൾക്ക് ഒരുപോലെയാണെങ്കിൽ അവരെന്താണ് ചെയ്യേണ്ടത്? എല്ലാ മതങ്ങളും അവർക്ക് ഒരുപോലെയാണെങ്കിൽ എല്ലാ മതങ്ങളുടെയും ടെക്സ്റ്റുകളെ അവർ വിമർശന വിധേയമാക്കണം. അതാണ് വേണ്ടത്, എല്ലാ മതങ്ങളുടെയും ടെക്സ്റ്റുകളെ. അതായത് ഇപ്പൊ ക്രിസ്ത്യാനിറ്റിക്കെതിരെ അവർ സംസാരിക്കുകയാണെങ്കിൽ അവർ ബൈബിളിനെതിരെ വിമർശനം ഉന്നയിക്കണം. അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കെതിരെയാണെന്നുണ്ടെങ്കിൽ അവർ വേദങ്ങളെയോ അല്ലെങ്കിൽ പുരാണങ്ങളെയോ ഇതിഹാസങ്ങളെയോ അത് വെച്ചിട്ട് അവർ വിമർശനം നടത്തണം. അതാണ് വേണ്ടത്. അപ്പൊ ആ ടെക്സ്റ്റുകളെ വിമർശിക്കട്ടെ. പക്ഷെ അതല്ല ചെയ്യുന്നത്. ഇപ്പൊ ജബ്ബാർ മാഷ് ഞങ്ങൾക്കെതിരെ വീഡിയോ ഇറക്കി കഴിഞ്ഞപ്പോ അദ്ദേഹം ബൈബിളിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടായാൽ അദ്ദേഹം ടെസ്റ്റിനെതിരെയാണ് വിമർശനം ഉന്നയിച്ചത്. പക്ഷെ ഈ ലിയാഖത്ത് ടീമൊക്കെ എന്താണ് ചെയ്തതെന്ന് അറിയാമോ? അവർ ടെക്സ്റ്റുകൾക്കെതിരെ യാതൊന്നും പറഞ്ഞില്ല. ബൈബിളിനെതിരെ ഒരക്ഷരം പോലും പറഞ്ഞില്ല. പകരം വ്യക്തികളെയാണ് ടാർഗറ്റ് ചെയ്തത്. വ്യക്തികൾക്കെതിരെയാണ്. അതായത് വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ആര്? ഇസ്ലാമിനെ പൊതുജനമധ്യത്തിൽ തുറന്നു കാണിക്കുകയോ അല്ലെങ്കിൽ വിമർശിക്കുകയോ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവരെ ടാർഗറ്റ് ചെയ്ത് അവർക്കെതിരെയാണ് ഇവർ വിമർശനം ഉന്നയിച്ചത്. അതാണ് അതിന്റെ വ്യത്യാസം. ഇവർ നിരീശ്വരവാദികളാണെങ്കിൽ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നെങ്കിൽ മതത്തിന്റെ പ്രമാണങ്ങളെ വിമർശിക്കട്ടെ എന്നേ. അല്ല ഇപ്പൊ ഹിന്ദു മതത്തിന്റെ പ്രമാണങ്ങൾ അല്ലെങ്കിൽ ക്രിസ്തു മതത്തിന്റെ പ്രമാണങ്ങൾ, ഏത് മതങ്ങളെയാണ് അതിന്റെ പ്രമാണങ്ങളൊക്കെ അവർ വിമർശിക്കട്ടെ. ആർക്കെന്താ പ്രശ്നം? ആ വിമർശനത്തിന്, ഞങ്ങളെ സംബന്ധിച്ച് ബൈബിളിനെതിരെ വരുന്ന വിമർശനത്തിന് ഞങ്ങൾ മറുപടി പറയും. അത് ക്രിസ്തു മതക്കാരനായാലും, ഇപ്പൊ ഞാൻ മതമില്ല എന്ന് പറയുന്ന ആളാണ്. ഞാൻ ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആളല്ല. അതായത് അത് ഇവർക്കറിയില്ല, അവരുടെ ജനറൽ നോളജിന്റെ കുറവാണ്. ഈ വിദേശ രാജ്യങ്ങളിലുണ്ട്, കേരളത്തിൽ ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനെയുള്ള ആളുകൾ, മതരഹിതരായ ക്രൈസ്തവര് ഇഷ്ടം പോലെ ഉണ്ട്. അതിനെക്കുറിച്ച് അവർക്ക് അവരുടെ ജനറൽ നോളജിന്റെ അഭാവം കൊണ്ട് അവർക്ക് അറിഞ്ഞുകൂടാ. അതവിടെ പോട്ടെ. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ, അത് മതമുള്ള ക്രിസ്ത്യാനി ആയാലും മതമില്ലാത്ത ക്രിസ്ത്യാനി ആയാലും ശരി, ബൈബിളിനെതിരെ ആരോപണം വരുമ്പോൾ അവൻ മറുപടി പറയാനുണ്ടാകും. ക്രിസ്ത്യാനിറ്റിയുടെ ചരിത്രം നോക്കിയാൽ അതറിയാം. ടെക്സ്റ്റിനെതിരെ വിമർശനം വന്നിട്ട്, അഥവാ ബൈബിളിനെതിരെ വിമർശനം വന്നിട്ട് ഒരു ക്രിസ്ത്യാനിയും പുറകോട്ട് പോയിട്ടില്ല. അവർ തല കുനിക്കേണ്ടി വന്നിട്ടില്ല, അവർ ലജ്ജിതനായി നിൽക്കേണ്ടി വന്നിട്ടില്ല.
കാരണം ഞങ്ങൾ ലജ്ജിതരാകത്തക്ക വിധത്തിലുള്ള ഒരു പ്രവൃത്തിയും ഞങ്ങളുടെ കർത്താവോ കർത്താവിന്റെ അപ്പോസ്തലന്മാരോ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പൊ ടെക്സ്റ്റുകളെ ഇവർ വിമർശിക്കുകയല്ല, പകരം എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ? ആ ടെക്സ്റ്റ് ഇസ്ലാമിനെ പൊതുജന മധ്യത്തിൽ തുറന്നു കാണിക്കുന്ന ആൾക്കാരെ വർഗീയവാദികൾ എന്ന് മുദ്ര കുത്തും. അവരെ ചാപ്പ് കുത്തുകയാണ്. അവർ വർഗീയവാദികളാണ്, സമൂഹത്തിൽ അസമാധാനം വിതയ്ക്കുന്നവരാണ്, മുസ്ലിങ്ങളോട് വംശീയ വിവേചനം കാണിക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരങ്ങ് ഇത് ചെയ്യണം. ഇപ്പൊ നോക്ക്, ഈ പാലാ ബിഷപ്പിനെ സംഘടാപ്പി എന്ന് പറഞ്ഞുകൊണ്ട് ലിയാഖത്ത് ഒരു ഇത് തുടങ്ങി. അതിനകത്ത് സംഘടാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ നോക്കിയാൽ അറിയാം, അതിനകത്ത് പാലാ ബിഷപ്പിന്റെ ഫോട്ടോ ആണ് വെച്ചിരിക്കുന്നത്. അതിന് ബദലായിട്ടാണ് ഇവിടുത്തെ ഇതിനെ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ ലിയാഖത്ത് അലിയുടെ ഫോട്ടോ തന്നെ വെച്ചത്. അപ്പോ പാലാ ബിഷപ്പിനെ, അല്ലെങ്കിൽ അനിൽ കൊടിത്തോട്ടത്തിനെ, സെബാസ്റ്റ്യൻ പുന്നയ്ക്കലിനെ, അനിൽകുമാർ അയ്യപ്പനെ, അല്ലെങ്കിൽ വർഗീസ് എം സാമുവലിനെ, ഇങ്ങനെയുള്ള ആളുകളെ ചാപ്പിയടിക്കുകയാണ്. അവരെ ചാപ്പി അടിച്ചു കഴിഞ്ഞിട്ട് അവര് വർഗീയവാദികളാണ് അങ്ങനെയാണെന്നും പറഞ്ഞ് നിശബ്ദരാക്കാൻ നോക്കുകയാണ്. അതാണോ ചെയ്യേണ്ടത്? ഇവര് മതത്തിനെതിരാണെന്നുണ്ടെങ്കിൽ മതത്തിന്റെ പ്രമാണങ്ങളല്ലേ വിമർശിക്കേണ്ടത്, അല്ലാതെ ഇസ്ലാമിനെ തുറന്നു കാണിക്കുന്ന ആൾക്കാരെയാണോ വർഗീയവാദി ചാപ്പി അടിച്ച് നിശബ്ദരാക്കേണ്ടത്? അതൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്ക്. എനിക്ക് മറുപടി എന്നെ ഫോണിൽ വിളിച്ചവരോടോ അല്ലെങ്കിൽ എനിക്ക് ഇതിനകത്ത് മെസ്സേജ് അയച്ചവരോടോ ഞാനിത് പറഞ്ഞില്ല. ഞാൻ വിചാരിച്ചു ഏതായാലും നമ്മളത് പ്രോഗ്രാമിൽ പറയുന്നതല്ലേ, പിന്നെ അതിന് വേണ്ടി ഇവിടെ എനർജി കളയണ്ടെന്ന് എഴുതിയിട്ട് ഞാൻ അവിടെ സംസാരിക്കാനും നിന്നില്ല, എഴുതി എന്റെ സമയം കളയാനും നിന്നില്ല. പക്ഷെ എനിക്ക് മെസ്സേജ് അയച്ച, എന്നെ ഫോണിൽ വിളിച്ച ആളുകൾ ഇപ്പൊ ഇത് നേരിട്ട് കേൾക്കുന്നതോ അല്ലെങ്കിൽ ഇത് ഞങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിനു ശേഷം കേൾക്കുന്നവരോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം. ഇത് എനിക്ക് എന്നെ ഉപദേശിക്കാൻ വേണ്ടി വന്നല്ലോ. വന്ന ആളുകൾ നിങ്ങളൊന്ന് സ്വയം ആലോചിച്ച് നോക്ക്. നിങ്ങളുടെയൊക്കെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ബ്രെയിൻ വാഷ് ചെയ്തിരിക്കണം അവര്. മസ്തിഷ്ക പ്രക്ഷാളനം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് ചെയ്തു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ ഉപദേശിക്കാൻ വന്നത്. നിങ്ങളൊന്ന് സ്വയം ആലോചിച്ചാൽ മതിയായിരുന്നു. ഇവരെല്ലാം എല്ലാ മതങ്ങളെയും വിമർശിക്കുന്ന ടീമാണെങ്കിൽ, മതമില്ല എന്നും പറഞ്ഞ് ഒരു നിരീശ്വരവാദികളാണെന്നും പറഞ്ഞ് എല്ലാ മതങ്ങളെയും വിമർശിക്കുന്നവരാണെങ്കിൽ ഇവർ മതത്തിന്റെ പ്രമാണങ്ങളല്ലേ വിമർശിക്കേണ്ടത്? എന്തുകൊണ്ടാണ് അനിൽക്കൊടിത്തോട്ടത്തിനെതിരെ, അല്ലയ്യപ്പനെതിരെ, സെബാസ്റ്റ്യൻ പുന്നയ്ക്കലിനെതിരെ, പാലാ ബിഷപ്പിനെതിരെയൊക്കെ ഇവര് തിരിയുന്നത്, അവർക്കെതിരെ പറയുന്നത്? കാരണം ഞങ്ങളാണ് ഇസ്ലാമിനെ തുറന്നു കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ക്രിസ്ത്യാനിറ്റിക്കുള്ളിൽ നിന്ന്. അതുകൊണ്ട് ഞങ്ങളെ ചാപ്പിയടിക്കുകയാണ്, ഞങ്ങൾ വർഗീയവാദികളാണ്, സമൂഹത്തിൽ അസമാധാനം ഉണ്ടാക്കുന്നവരാണെന്ന് പറയും. കാരണം ഞങ്ങൾ മിണ്ടാതിരിക്കണം. ഇതാണ് ഇന്റലക്ച്വൽ ജിഹാദികളുടെ ആഗ്രഹം. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അതാണ്. അല്ലാണ്ട് ബൈബിളിനെ വിമർശിക്കുക എന്നുള്ളതൊന്നുമല്ല ഇന്റലക്ച്വൽ ജിഹാദികളുടെ ആഗ്രഹം. അത് ചെയ്യുന്ന കുറെ ആപ്പ് ഉപ്പ ടീംസുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. അതിന് പ്രത്യേക തന്ത്രം ഇന്റലക്ച്വൽ ജിഹാദികൾ ഓതി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഇസ്ലാമിനെതിരെ പ്രമാണങ്ങൾ വെച്ചുകൊണ്ട്, റെഫറൻസ് വെച്ച്, ഞങ്ങൾ തെറിയല്ല വിളിക്കുന്നത്, ചീത്ത അല്ല വിളിക്കുന്നത്, ഞങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെ എന്തെങ്കിലും അല്ല പറയുന്നത്, മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെയാണെന്നൊന്നുമല്ല. ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നുണ്ട്, മുസ്ലിങ്ങളോടല്ല ഞങ്ങൾക്ക് പ്രശ്നം ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജിയോടാണ്. ആ ഐഡിയോളജിക്കെതിരെ ഞങ്ങൾ മരണം വരെ യുദ്ധം ചെയ്യും, പോരാടും. ഐഡിയോളജിക്കെതിരെയുള്ള പോരാട്ടം ഐഡിയോളജിക്കലാണ്. ഞങ്ങൾ പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ അതിനെ തുറന്നു കാണിച്ച് അതിനെതിരെ പോരാടിക്കൊണ്ടേയിരിക്കും. അപ്പൊ അത് അവസാനിപ്പിക്കണം, അത് നിർത്തണം. ഞങ്ങളുടെ വാക്കുകൾക്ക് പൊതുസമൂഹത്തിൽ ഒരു സ്വീകാര്യത കിട്ടാത്ത വിധം ഞങ്ങളെ വർഗീയവാദികളായി പൊതുസമൂഹം തള്ളിക്കളയണമെന്ന് ഇന്റലക്ച്വൽ ജിഹാദികൾ ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഇവരെ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അത് ഞാൻ ഇത്രയും ഇതായിട്ട് പറഞ്ഞത്, എന്നെ ഉപദേശിക്കാൻ വന്ന ആൾക്കാർ ഇത് ശരിക്കും ആലോചിച്ചിരുന്നോ? ഇവര് വാസ്തവത്തിൽ ഇവര് മതം ഉപേക്ഷിച്ച നിരീശ്വരവാദികളാണെങ്കിൽ വ്യക്തികളെയല്ല പ്രമാണങ്ങളെ വിമർശിക്കണമായിരുന്നു. അത് ഇവര് ചെയ്യുന്നില്ല. ഇനി ഞാനിപ്പോ ഈ പറഞ്ഞതിന് ഞാൻ പ്രമാണത്തിൽ നിന്ന് ഒരു തെളിവ്, ഇസ്ലാമിക പ്രമാണത്തിൽ നിന്ന് ഒരു തെളിവ് കൂടി തരാം. കാരണം ഈ മുഹമ്മദിനെയൊക്കെ ചീത്ത വിളിച്ചുകൊണ്ടാണല്ലോ ഇവരിങ്ങനെ നിൽക്കുന്നത്. അതിന് പ്രമാണമുണ്ടോ? പ്രമാണമുണ്ട്. ഇസ്ലാമിനകത്ത് പ്രമാണമുണ്ട്. ലക്ഷ്യം നേടാൻ വേണ്ടി ഇവര് കരളിന്റെ കരള്, ഞങ്ങളുടെ ചങ്കിന്റെ ചങ്ക്, മാനവരിൽ മഹോന്നതൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന മുഹമ്മദിനെ വരെ ഇവർക്ക് ചീത്ത വിളിക്കാം. അതിനുള്ള അനുവാദം മുഹമ്മദ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഹദീസ് തെളിവ് വരാം, ഞാൻ വായിക്കാം. അത് കഅബിനുൽ അഷ്റഫ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. കഅബിനുൽ അഷ്റഫ് എന്ന് പറയുന്ന ഒരു കവിയും കൂടിയാണ്, യഹൂദനാണ്. അദ്ദേഹം യഹൂദ പ്രമാണിയായിരുന്നു. അപ്പൊ അദ്ദേഹം മുഹമ്മദിന് ഒരു പ്രശ്നമായി മാറിക്കഴിഞ്ഞപ്പോ, മുഹമ്മദിന്റെ വെല്ലുവിളിയൊക്കെ ഉണ്ടല്ലോ, ഇതുപോലെ ഒന്ന് കൊണ്ടുതരാൻ പറ്റുമോ എന്നൊക്കെ, അതിന്റെ ആ വെല്ലുവിളിയൊക്കെ ഏറ്റെടുത്ത് ആ വിധത്തിലുള്ള സാധനങ്ങൾ, ആയത്തുകളൊക്കെ അദ്ദേഹം എഴുതാനും ചൊല്ലാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോ ഇത് ശല്യമായിട്ട് മാറി. അദ്ദേഹത്തെ കൊല്ലാൻ മുഹമ്മദ് ആൾക്കാരെ വിടുന്നുണ്ട്. അപ്പൊ അവര് ആ പോകുന്ന വഴി, ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം, അതിന്റെ പശ്ചാത്തലം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, ഞാൻ വായിക്കാം. ജാബിർ നിവേദനം, അതിന്റെ റെഫറൻസ് ആദ്യം ഞാൻ പറയാം. സ്വഹീഹ് മുസ്ലിം വാല്യം 2 ഭാഗം 32 ഹദീസ് നമ്പർ 119, അല്ലെങ്കിൽ ഇതില് sunnah.com ചെന്ന് നോക്കുകയാണെങ്കിൽ സ്വഹീഹ് മുസ്ലിം 1801 ഹദീസാണത്. സ്വഹീഹ് മുസ്ലിമില് ഞാൻ വായിക്കുകയാണ്. ജാബിർ നിവേദനം, റസൂൽ പറഞ്ഞു, കഅബ് അഷ്റഫിനെ എതിരിടാൻ ആരുണ്ട്? അവൻ അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും ദ്രോഹിച്ചിരിക്കുന്നു. അപ്പോൾ മുഹമ്മദ് ഇബ്നു മസ്ലമത്ത് പറഞ്ഞു, ദൈവദൂതരെ, അവനെ ഞാൻ വധിക്കുന്നത് താങ്കൾക്ക് ഇഷ്ടമാണോ? നബി പറഞ്ഞു, അതെ. അദ്ദേഹം പറഞ്ഞു, അതായത് മുഹമ്മദ് ഇബ്നു മസ്ലമത്ത് പറഞ്ഞു, എനിക്ക് ഉചിതമായത് പറയുവാൻ താങ്കൾ അനുവാദം തന്നാലും. വേറൊരു ഹദീസിനകത്ത് എനിക്ക് ഉചിതമായതെന്നല്ല,
എനിക്ക് കളവ് പറയേണ്ടി വരും, അതിന് താങ്കൾ അനുവാദം തന്നാലും എന്നാണ്. അപ്പൊ ഏതായാലും ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നബി പറഞ്ഞുകൊള്ളുക, അതായത് നിനക്ക് ഉചിതമായത് നീ പറഞ്ഞുകൊള്ളുക. അദ്ദേഹം അവന്റെ അടുത്ത് ചെന്നു. അവന്റെ എന്ന് പറയുന്നത് കാബിനുൽ അഷ്റഫിന്റെ അടുത്ത് ഈ മുഹമ്മദ് ബിൻ മസ്ലമത്ത് കൂട്ടരും ചെല്ലുകയാണ്. അവർ തമ്മിലുള്ള സ്നേഹബന്ധത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ മനുഷ്യൻ എന്ന് പറയുന്നത് മുഹമ്മദാണ്, മുഹമ്മദ് നബി, ഇവരുടെ പ്രവാചകൻ. ഈ മനുഷ്യൻ ധർമ്മം ആഗ്രഹിക്കുന്നു, ഞങ്ങളെ ക്ഷീണിപ്പിക്കുന്നു. അതായത് മുഹമ്മദ് ഞങ്ങളിൽ നിന്ന് ഇങ്ങനെ സക്കാത്ത് പിരിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഞങ്ങളിൽ നിന്ന് ധർമ്മം ആഗ്രഹിക്കുന്നു, ഞങ്ങളെ ക്ഷീണിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദിനെ കുറ്റം പറയുകയാണ്. മുഹമ്മദ് ഞങ്ങളെ പിഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ഞങ്ങളിൽ നിന്ന് ധർമ്മം ആഗ്രഹിച്ച് ഞങ്ങളെ ക്ഷീണിപ്പിക്കും, ഞങ്ങളെ പിഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണെന്ന് പറഞ്ഞ് മുഹമ്മദിനെ കുറ്റം പറയാം. ഇത് കേട്ടപ്പോ അവൻ പറഞ്ഞു, തീർച്ചയായും ഇനി അവനെ നിങ്ങൾ വെറുത്ത് മടുക്കുക തന്നെ ചെയ്യും. കാബിനുൽ അഷ്റഫ് പറഞ്ഞതാണ്. അപ്പൊ ഇത് കേട്ടപ്പോ മുഹമ്മദ് ഇബ്നു മസ്ലത്ത് പറയാണ്, ഞങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തെ അനുഗമിച്ചിരിക്കുന്നു, അദ്ദേഹത്തിന്റെ കാര്യം എവിടെ എത്തിച്ചേരുമെന്ന് ഞങ്ങൾ നോക്കി മനസ്സിലാക്കുന്നത് വരെ അദ്ദേഹത്തെ കൈവിടുന്നത് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുമില്ല. നിങ്ങൾ എനിക്ക് കുറച്ച് കടം തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കടം എന്ന് പറയുന്നത് മുഹമ്മദിന് കൊടുക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞത്, സക്കാത്ത് അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവൻ ചോദിച്ചു, നിങ്ങൾ എനിക്ക് എന്ത് പണയം തരും? അദ്ദേഹം ചോദിച്ചു, എന്ത് പണയം തരണം? അവൻ പറഞ്ഞു, നിങ്ങളുടെ സ്ത്രീകളെ പണയം തരണം. അദ്ദേഹം പറഞ്ഞു, നീ അറബികളിലെ അതിസുന്ദരനാണ്, ഞങ്ങളുടെ സ്ത്രീകളെ നിനക്ക് പണയം തരണമെന്നോ? അപ്പോൾ അവൻ ചോദിച്ചു, എന്നാൽ നിങ്ങളുടെ ആൺമക്കളെ പണയം തരുമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളിൽ ഒരാളുടെ പുത്രൻ ആ പേരിൽ പഴിക്കപ്പെടുകയില്ലേ? 2 വസ്ക് ഈന്തപ്പഴത്തിന് പണയം വെക്കപ്പെട്ടവനല്ലേ നീ എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ നിനക്ക് ഞങ്ങൾ ആയുധം പണയം തരാം. അപ്പൊ കാബിനുൽ അഷ്റഫ് പറഞ്ഞു, ശരി, അങ്ങനെ ആകട്ടെ. ഹാരിസ്, അബു അബ്സ് ഇബ്നു ജബ്ർ, അബ്ബാദ് ഇബ്നു ബിഷ്ർ എന്നിവരുമായി ചെല്ലാമെന്ന് അവനോട് വാഗ്ദത്തം ചെയ്തു. ഈ മുഹമ്മദ് ഇബ്നു മസ്ലമത്ത് പറയാണ്, ഞാൻ ഹാരിസിനെയും അബു അബ്സ് ഇബ്നു ജബ്രിനെയും അബ്ബാദ് ഇബ്നു ബിഷ്റിനെയും കൂട്ടിക്കൊണ്ട് ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞു പോയി. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കണം, ഈ കാബിനുൽ അഷ്റഫിന് ഇവരിൽ വിശ്വാസം വരാൻ കാരണം എന്താണ്? ഇവനോട് വന്നിട്ട് മുഹമ്മദിനെ കുറ്റം പറഞ്ഞു. മുഹമ്മദ് ഞങ്ങളെ പിഴിയുകയാണ്, ഞങ്ങളിൽ നിന്ന് ധർമ്മം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളിൽ നിന്ന് സക്കാത്ത് ഇങ്ങനെ വാങ്ങി ഞങ്ങളെ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞു. ആ കുറ്റം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കാബിനുൽ അഷ്റഫിന് വലിയ വിശ്വാസം വന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വിശ്വാസം വരില്ല. അപ്പൊ ഏതായാലും ഞങ്ങൾ അവരുമായിട്ട് പിന്നെ വരാമെന്നും പറഞ്ഞിട്ട് ഇവർ പോയല്ലോ. പോയി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യം ജാബിർ പറയുന്നു, അങ്ങനെ അവർ രാത്രിയിൽ ചെന്ന് വിളിച്ചു. അപ്പോൾ അവൻ അവരുടെ അടുക്കലേക്ക് ഇറങ്ങിച്ചെന്നു. അവൻ എന്ന് പറയുന്നത് കാബിനുൽ അഷ്റഫ് അവരുടെ അടുക്കലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അപ്പൊ ഹദീസ് റിപ്പോർട്ടർമാരിലെ സുഫിയാൻ പറയുന്നു, തന്റെ ഗുരുവായ അമ്ര അല്ലാത്തവർ പറഞ്ഞത്, അദ്ദേഹം ഗുരുവായ അമ്ര അല്ലാത്തവര് നിവേദനം ചെയ്ത കാര്യം പറയാണ്. അവനോട് അവന്റെ ഭാര്യ പറഞ്ഞു, രക്തം തേടുന്നവന്റെ ശബ്ദം പോലുള്ള ശബ്ദം ഞാൻ കേൾക്കുന്നു. അവൻ പറഞ്ഞു, അത് മുഹമ്മദ് ഇബ്നു മസ്ലമയും അദ്ദേഹത്തിന്റെ മുലകുടി ബന്ധമുള്ള അബൂന ഇലയുമാണ്. മാന്യന്മാരായ ആളുകൾ രാത്രി ഒരു കുത്തിലേക്കാണ് ക്ഷണിക്കുന്നതെങ്കിലും അതിന് ഞാൻ ഉത്തരമേകും. മുഹമ്മദ് ഇബ്നു മസ്ലമ പറയുകയാണ്, അവൻ വന്നാൽ അവന്റെ തലയുടെ നേരെ ഞാൻ കൈനീട്ടും. എനിക്ക് അവൻ വശപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അവന്റെ കഥ കഴിക്കുവിൻ. അങ്ങനെ അവൻ ഇറങ്ങി വന്നപ്പോൾ അവൻ വന്നത് നല്ല ഉടയാടകളോടെയാണ്. നിന്നിൽ നിന്ന് ഞങ്ങൾക്ക് സുഗന്ധം അനുഭവപ്പെടുന്നുവല്ലോ. അവൻ പറഞ്ഞു, അതെ, എന്റെ കൂടെ ഇന്നവളുണ്ട്, അവൾ അറബികളിൽ ഏറെ സുഗന്ധമുള്ളവളാണ്. അദ്ദേഹം ചോദിച്ചു, അതൊന്നും മണക്കുവാൻ എന്നെ അനുവദിക്കാമോ? അവൻ പറഞ്ഞു, ഓ, മണത്തോളൂ. അങ്ങനെ അവന്റെ തല പിടിച്ച് മണത്തു. പിന്നെയും അദ്ദേഹം ചോദിച്ചു, ഞാൻ ഒന്നുകൂടി മണക്കട്ടെ? അദ്ദേഹം പറയുന്നു, അപ്പോൾ എനിക്ക് അവന്റെ തലമുടി പിടിച്ച് ഒതുക്കാൻ കഴിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ശരി, നോക്കിക്കോളൂ. അങ്ങനെ അവർ അവനെ വധിച്ചു. സ്വഹീഹ് മുസ്ലിം വാല്യം 2 ഭാഗം 32 ഹദീസ് നമ്പർ 119 അല്ലെങ്കിൽ 1801. അപ്പൊ ഇവിടെ ഈ കാബിനുൽ അഷ്റഫ് എന്ന് പറയുന്ന ഈ ശത്രുവിനെ ഇല്ലാതാക്കാൻ വേണ്ടി, മുഹമ്മദിന്റെ ശത്രുവായിരിക്കുന്ന ഈ വ്യക്തിയെ ഇല്ലാതാക്കാൻ, അയാളെ കൊല്ലാൻ വേണ്ടി ഇവര് ചെന്നിട്ട് എന്താണ് പറഞ്ഞത്? മുഹമ്മദിന്റെ കുറ്റം പറയുകയാണ്. മുഹമ്മദിന്റെ കുറ്റം പറഞ്ഞിട്ടാണ് വിശ്വാസ്യത നേടിയെടുത്തത്. ആ വിശ്വാസ്യതയുടെ പുറത്താണ് പാതിരാത്രിക്കും അയാൾ ഇറങ്ങി വന്നത്. കാരണം ഇവര് മുഹമ്മദിന് തന്നോട് എതിർപ്പുള്ളത് അവനറിയാം, മുഹമ്മദ് തന്നെ കൊല്ലാൻ കാത്തിരിക്കുകയാണെന്നുള്ള കാര്യമൊക്കെ അവനറിയാം. പക്ഷെ എന്നിട്ടും അടുക്കലേക്ക് ഇവൻ ഇറങ്ങി വന്നത്, താഴേക്ക് ഇറങ്ങി വന്നതിന്റെ കാരണം മുഹമ്മദിനെ ഇവർ കുറ്റം പറഞ്ഞു. കാരണം ഒരു യഥാർത്ഥ മുസ്ലിം ഒരിക്കലും മുഹമ്മദിനെ കുറ്റം പറയില്ലല്ലോ. അപ്പൊ കുറ്റം പറഞ്ഞ സ്ഥിതിക്ക് ഇവൻ മനസ്സുകൊണ്ട് ഇസ്ലാം വിട്ടിരിക്കുന്നവനാണ്, ഇവൻ മുഹമ്മദിനെ വെറുക്കുന്നവനാണ് എന്ന് അവൻ ചിന്തിച്ചു. പക്ഷെ ഇവരെ സംബന്ധിച്ച് എന്താണത്? ഇവരെ സംബന്ധിച്ച് ഇവരുടെ ലക്ഷ്യം പൂർത്തിയാകണമെങ്കിൽ മുഹമ്മദിനെ ചീത്ത വിളിക്കണമെങ്കിൽ ചീത്ത വിളിക്കാം. കാരണം ലക്ഷ്യമാണ് അവർക്ക് പ്രധാനം.
അവര് കണക്ക് കൂട്ടി വെച്ചിരിക്കുന്ന ചില സംഗതികളുണ്ട്. അത് നടക്കണമെങ്കിൽ മുഹമ്മദിനെ ചീത്ത വിളിക്കണമെങ്കിൽ മുഹമ്മദിനെ ചീത്ത വിളിക്കാം, അള്ളാഹുവിനെ ചീത്ത വിളിക്കണമെങ്കിൽ അള്ളാഹുവിനെ ചീത്ത വിളിക്കാം, ഖുറാനെ ചീത്ത വിളിക്കണമെങ്കിൽ ഖുറാനെ ചീത്ത വിളിക്കാം, ഇസ്ലാം മതത്തെ മൊത്തം ചീത്ത വിളിക്കണമെങ്കിൽ മൊത്തം ചീത്ത വിളിക്കാം. കാരണം ഇതെല്ലാം ജിഹാദിന് വേണ്ടിയാണ്. മനസ്സിലായോ? അള്ളാഹു അത് പുറത്തു തരും. കാരണം ഇവര് ഈ ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ് ഇവരെ ശപിക്കുകയോ ശിക്ഷിക്കുകയോ ഒന്നും ചെയ്തില്ല. ഇവരവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മുഹമ്മദ് ഇവർ അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ അള്ളാഹുവിന്റെ ദൂതനും അള്ളാഹുവിനെയും വലിയ ഒരു ഇതിലാണ് സഹായിച്ചതെന്നൊക്കെ പറഞ്ഞ് അവരെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. അപ്പൊ അത് ഇവർക്ക് അറിയാവുന്നത് കൊണ്ട്, നേരത്തെ ഇവിടെ അജീഷ് ബ്രദർ അത് എടുത്ത് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഇസ്ലാമിനകത്ത് ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് ശിർക്കാണ്. അതായത് അള്ളാഹുവിനോട് ആരെയെങ്കിലും പങ്കു ചേർക്കുന്നതാണ്. അത് ഇവര് ചെയ്യുന്നില്ലല്ലോ. ഇവര് മുഹമ്മദിനെ ചീത്ത വിളിച്ചാലും അത് പ്രമാണം അനുവദിക്കുന്നതാണ്. അതല്ലേ ചെയ്യുന്നുള്ളൂ. പ്രമാണം അനുവദിക്കുന്ന കാര്യമല്ലേ ഇവർ ചെയ്യുന്നുള്ളൂ, അല്ലാതെ ഇവർ ശിർക്ക് ചെയ്യുന്നില്ല. മനസ്സിലായോ? ഇപ്പൊ ശിർക്ക് ചെയ്യാത്തവരായിക്കൊണ്ട് ഇവര് ആ ഇസ്ലാമിക പ്രമാണം അനുസരിച്ച് തന്നെ നമ്മളെ വഞ്ചിക്കുകയും ചതിക്കുകയൊക്കെ ചെയ്ത് ഇതേപോലെ കാര്യങ്ങളൊക്കെ നടത്തും. രഹസ്യമായി ഇന്റലക്ച്വൽ ജിഹാദികളുടെ ആ തിങ്ക് ടാങ്കിന്റെ എന്താണ് ആ പദ്ധതികൾക്കനുസരിച്ച് ഈ സമൂഹത്തിനകത്തേക്ക് അല്പാൽപമായി അവർ വിഷം കയറ്റി വിടുകയും അവരുടെ ചിന്തകൾക്ക് അനുരൂപമാകുന്ന വിധത്തിൽ മറ്റുള്ളവരുടെ ചിന്തകളെ അവർ മാറ്റുകയൊക്കെ ചെയ്ത് അവർക്ക് അനുകൂലമാകുന്ന ഒരു സാഹചര്യമൊക്കെ സൃഷ്ടിച്ചെടുത്തു കഴിഞ്ഞതിന് ശേഷം അവർ തിരിച്ച് ഇസ്ലാം മതത്തിലേക്ക് പോകും. ഒരു പ്രശ്നമില്ല, അവര് തിരിച്ചങ്ങോട്ട് തന്നെ പോകും. അതാണ് ഇത്. അപ്പൊ ഈ ഇവരതുകൊണ്ട് നിരീശ്വരവാദികളെന്നും പറഞ്ഞൊരു ഇതായിട്ട് മാറി നിൽക്കാതെ അങ്ങനെ ആകുന്നില്ല. പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ, വിട്ടുവരുന്നവൻ നിരീശ്വരവാദി എന്നല്ലേ പറഞ്ഞേ. ഇവര് നിരീശ്വരവാദി എന്ന് പറഞ്ഞു നിൽക്കുന്നില്ല. ഇവര് എക്സ് മുസ്ലിം, ഞങ്ങൾ എക്സ് മുസ്ലിമാണ്, എക്സ് മുസ്ലിം എമുക്കളാണെന്നും പറഞ്ഞ് മാറി നിൽക്കുകയാണ്. ഇത് വേറെ ഒരു തന്ത്രമാണ്, അത് നമ്മൾ അറിയണം. അപ്പൊ ഈ എമുക്കളില് പ്രധാനപ്പെട്ട ഒരാളാണ് ലിയാഖത്ത് അലി എന്ന് പറയുന്ന വ്യക്തി. അതുപോലെ തന്നെ ഈ ക്ലബ് ഹൗസിലേക്ക് വന്ന ക്ലബ് ഹൗസിൽ പ്രധാനപ്പെട്ട ഒരു എമു ആണ് സത്താർ എന്ന് പറയുന്ന ഒരു ദേഹം. പിന്നെ സുറുമി, ഷെറീൻ, മറിയം എന്നൊക്കെ പറഞ്ഞ ഫീമെയിൽ എമുക്കളും ക്ലബ് ഹൗസിൽ സജീവമായിട്ട് രംഗത്തുണ്ട്. അപ്പൊ അതിനകത്ത് ഈ ലിയാഖത്ത് അലിയാണ് ഇപ്പൊ ഞങ്ങളെ കൊണ്ട് ഈ പ്രോഗ്രാം ഇങ്ങനെ ചെയ്യിപ്പിക്കാൻ കാരണം. ലിയാഖത്ത് അലിയാണ്. ഇതിനു മുമ്പ് പലരും ഞങ്ങളെ വന്ന് ചൊറിഞ്ഞപ്പോ ഫേസ്ബുക്കിൽ ചൊറിഞ്ഞിട്ടുണ്ട്, വാട്സാപ്പിൽ ചൊറിഞ്ഞിട്ടുണ്ട്, യൂട്യൂബിനകത്ത് ഞങ്ങളെ ചൊറിഞ്ഞിട്ടുണ്ട്, ക്ലബ് ഹൗസിനകത്ത് ഞങ്ങളെ ചൊറിഞ്ഞിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും ഞങ്ങൾ ക്ഷമയോടുകൂടെ മാറി 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 ഒഴിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. എന്നോട് അവസാനം പലരും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ട്രൂത്ത് ഫൈറ്റേഴ്സിന്, ഫേസ്ബുക്കിലെ ട്രൂത്ത് ഫൈറ്റേഴ്സിനകത്തുള്ള ചില സഹോദരന്മാർ എന്നോട് ചോദിക്കാൻ തുടങ്ങി, എന്തുകൊണ്ടാണ് ഇവരുടെ നേരെ മാത്രം അനിൽ ബ്രദർ ഇങ്ങനെ ഒരു സോഫ്റ്റ് കോർണർ എടുക്കുന്നത്? സംഘപരിവാറിന്റെ ആരെങ്കിലും ആണ് ഇങ്ങനെ ചൊറിയാൻ വന്നതെങ്കിൽ നിർത്തിപ്പൊരിക്കുമായിരുന്നല്ലോ. അല്ലെങ്കിൽ വേറെ നിരീശ്വരവാദികളാണ് ചൊറിയാൻ വന്നതെങ്കിൽ അവരെ നിർത്തിപ്പൊരിക്കും. അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളാണെങ്കിൽ ഇതൊക്കെ ചെയ്യും. പക്ഷെ ഈ എക്സ് മുസ്ലിംസിനോട് എന്താണ് ഇങ്ങനെ ഒരു സോഫ്റ്റ് കോർണർ എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ആ വിധത്തിൽ ഞങ്ങൾ ഒഴിഞ്ഞൊഴിഞ്ഞു മാറിപ്പോയതാണ്. പക്ഷെ ഈ എത്ര ഒഴിഞ്ഞു മാറിപ്പോയി കഴിഞ്ഞിട്ടുണ്ട് പിന്നെയും കയറി വരികയാണ്. ലിയാഖത്ത് അലിയൊക്കെ ഇപ്പൊ അതിശക്തമായിട്ടാണ് ഞങ്ങൾക്കെതിരെ വിമർശനം വന്നിരിക്കുന്നത്. വിമർശനം എന്ന് വെച്ചാൽ വർഗീയവാദി ചാപ്പയാണ്. അതാണ് അതിന്റെ രസമേ. പ്രമാണത്തിനെതിരെയുള്ള വിമർശനമാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു വിഷയവും ഇല്ല, അതേ ലെവലിൽ തന്നെ കൊടുക്കും. അത് പ്രശ്നമൊന്നുമല്ല, സ്നേഹബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ. കാരണം നിരീശ്വരവാദികൾ പലരും ബൈബിളിനെതിരെ ഉന്നയിച്ചതിന് ഞാൻ ശക്തമായ മറുപടി കൊടുത്തിട്ടുണ്ട്. അതേ ടീംസുമായിട്ട് ഇപ്പോഴും ഞാൻ നല്ല സ്നേഹബന്ധത്തിലുമാണ്. ഒരു പ്രശ്നമൊന്നുമില്ല, അത് ആശയപരമായിട്ടുള്ള ഒരു തർക്കം മാത്രമാണ്. പക്ഷെ ഇവിടെ അത് അങ്ങനെയല്ല, ഇത് വേറൊരു തന്ത്രമാണ്. ഇവിടെ ഈ ലിയാഖത്ത് അലി വന്നു കഴിഞ്ഞിട്ട് അവിടെ വന്നു കഴിഞ്ഞിട്ട് സംസാരിച്ച ഈ IBT മീഡിയ എന്ന് പറയുന്ന അൽക്കുടിത്തോട്ടത്തിന്റെ ഗ്രൂപ്പ്, ആ റൂമിനകത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട് ലിയാഖത്ത് അലി. ആദ്യം തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട് എമുക്കളെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് സംശയമുള്ളത് ചോദിച്ചോളൂ എന്നും പറഞ്ഞാ വന്നത്. അപ്പൊ ഞാൻ അടുത്ത വഴിക്ക് ചോദിച്ചു, എമുക്കളെ മുഴുവൻ താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന, അല്ലെങ്കിൽ എമുക്കളെ മുഴുവൻ താങ്കളെ നേതാവായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ തന്നെ കിടന്നു പിന്നെ ഉരുളാൻ തുടങ്ങിയാണോ? അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞൊരു സംഭവമുണ്ട്, വംശീയ വിവേചനം കാണിക്കുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ ഈ മതങ്ങളെയൊക്കെ ഉപയോഗിക്കുന്ന ആളുകള് നിങ്ങൾ ഇങ്ങനെ ഇതാകുന്നത് വംശീയ വിവേചനമാണ്, ഒരു കൂട്ടരോട് നിങ്ങൾ വംശീയ വിവേചനമാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞു. അതായത് മുസ്ലിങ്ങളോട് നമ്മൾ വംശീയ വിവേചനം കാണിക്കുന്നു. ഇത് ആ ചർച്ച കേട്ടുകൊണ്ടിരുന്ന ആളുകളിൽ കുറെ പേര് അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം പിന്നെ ഇവനത് നിഷേധിച്ചു, ലിയാഖത്ത് അലി നിഷേധിച്ചപ്പോ കുറെ പേര് എനിക്ക് ബാക്ക് ചാനലിൽ മെസ്സേജ് അയച്ചു. അനിൽ സാറെ, ചില അനിൽ സാറേ എന്നും ചില നമ്മുടെ ആൾക്കാരാണ് അനിൽ ബ്രദറെ എന്ന് വിളിച്ചിട്ട് തന്നെ പറഞ്ഞു, ലിയാഖത്ത് അലി അത് പറഞ്ഞിട്ടുണ്ട്, ലിയാഖത്ത് അലി നുണയാണ് പറയുന്നത്, വംശീയ വിവേചനം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് എന്നോട് പറയുകയുണ്ടായി. അപ്പൊ കുറച്ചാൾക്കാർ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്, പക്ഷെ മിക്കവാറും ശ്രദ്ധിച്ചിട്ടില്ല. കാരണം ലിയാഖത്ത് അത് നിഷേധിച്ചു കഴിഞ്ഞപ്പോൾ അധികം പേരും അങ്ങനെയല്ല, ലിയാഖത്ത് അലി അത് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാനായിട്ട് മുന്നോട്ട് വന്നില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി അവരത് ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ കുറച്ച് പേരെങ്കിലും ശ്രദ്ധിച്ചു, അതെനിക്ക് ബാക്ക് ചാനൽ മെസ്സേജിൽ നിന്ന് മനസ്സിലായി. അപ്പൊ ഇവിടെ എന്താണ് വിഷയം എന്ന് മനസ്സിലായോ? ഈ വംശീയ വിവേചനം എന്ന് പറയുമ്പോൾ നമ്മളെ ക്രിസ്ത്യാനികളെ വംശീയ വിവേചകരാക്കിയിട്ട് അങ്ങനെ ഒരു ചാപ്പയടിക്കുകയാണ് അവിടെ. ഇവിടെ ഇസ്ലാമിനെതിരെ ഉള്ള ഒരു വിമർശനം, ഇസ്ലാമിനെതിരെ നമ്മൾ എന്തെങ്കിലും അവരുടെ പ്രമാണത്തിൽ നിന്ന് നമ്മൾ തെളിവ് വെച്ച് നമ്മൾ അവരെ വിമർശിച്ചാൽ അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്താൽ അതെങ്ങനെയാണ് വംശീയ വിവേചനമാകുന്നത്? ഞാൻ അപ്പൊ തന്നെ ചോദിച്ചു, അവിടെ ലിയാഖത്ത് അലിയോട് ഞാൻ ചോദിച്ചു, അതെങ്ങനെയാണ് വംശീയ വിവേചനമാകുന്നത്?
കാരണം വംശം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഇവര് യൂറോപ്പിലൊക്കെ ഈ ഇന്റലക്ച്വൽ ജിഹാദികൾ യൂറോപ്പിൽ വളരെ സമർത്ഥമായി എടുത്ത് വിജയിച്ച ഒരു തന്ത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ ഈ വെള്ളക്കാരെ സംബന്ധിച്ച് റേസിസ്റ്റ് എന്നുള്ള വിളി ഉണ്ടല്ലോ, അത് ഭയങ്കര അപമാനകരമാണ് അവർക്ക്. ഇപ്പൊ ഒരാളെ റേപ്പിസ്റ്റ് എന്ന് വിളിച്ചാൽ പോലും അവനത് വലിയ നാണക്കേടായിട്ട് തോന്നുന്നില്ല. ആ, നാണക്കേടായിട്ട് തോന്നുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ നാണക്കേടായിട്ട് തോന്നുന്നവരെ സംബന്ധിച്ച് പോലും അതിനേക്കാളും നാണക്കേടാണ് റേസിസ്റ്റ് എന്നുള്ള വിളി, റേസിസം. അത് അതെന്തോ ഒരു ഭയങ്കര ഇതാണ് അവർക്ക്. അപ്പൊ ഇത് ഇവന്മാർക്കും അറിയാം. ഈ ഇന്റലക്ച്വൽ ജിഹാദികൾ ഉണ്ടല്ലോ, ഏഷ്യ ആഫ്രിക്ക എന്നൊക്കെ വന്നിരിക്കുന്ന ഇന്റലക്ച്വൽ ജിഹാദികൾ, അവർക്ക് നന്നായിട്ട് അറിയാം ഈ വിളി യൂറോപ്യന്മാർക്ക് പേടിയാണെന്ന്. അതുകൊണ്ടാണ് ഇവർ എന്ത് ചെയ്തത്? അത് സമർത്ഥമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിനെ എതിർക്കുന്ന ഒരു റേസിസ്റ്റുകളാണ് എന്നുള്ള ഒരു പ്രചരണം അവിടെ അഴിച്ചുവിട്ടു. നിങ്ങൾ ഒരു പക്ഷേ ഈ റുമേനിയൻ പ്രസിഡന്റും ഒരു ചാനൽ അവതാരികയുമായിട്ട് നടക്കുന്ന, അതായത് ചാനൽ അവതാരിക നടത്തുന്ന ഒരു ഇന്റർവ്യൂ നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന്റെ സബ് ടൈറ്റിൽ ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ഞങ്ങള് അവിടേക്ക്, റുമാനിയാണോ പോളണ്ടാണോ, പോളണ്ടാന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് ഇവരെ എടുക്കുന്നില്ല, അഭയാർത്ഥികളെ എടുക്കുന്നില്ല, യൂറോപ്പിലേക്ക് അഭയാർത്ഥികളെ എടുക്കുന്നില്ല? അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾ എടുക്കുകയേ ഇല്ല എന്ന് അയാൾ പറയാണ്. അപ്പൊ ഈ അവതാരിക, പോളണ്ട്. അപ്പൊ ഈ അവതാരിക ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ ഇത് റേസിസം അല്ലേ കാണിക്കുന്നതെന്ന്. അയാൾ പറഞ്ഞു ആയിക്കോട്ടെ, എന്നെ റേസിസ്റ്റ് എന്ന് മുദ്രകുത്തിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ഉത്തരവാദിത്വമുള്ളത് അഭയാർത്ഥികളോടല്ല, എന്നെ തെരഞ്ഞെടുത്ത എന്റെ നാട്ടിലെ ജനങ്ങളോടാണ്. അവരുടെ സുരക്ഷയാണ് എനിക്ക് പ്രധാനം. നിങ്ങൾ എന്നെ റേസിസ്റ്റ് എന്ന് വിളിച്ചോന്ന് പറഞ്ഞു. കാരണം ഇത് അവരവിടെ സ്ഥിരം എടുക്കുന്ന തന്ത്രമാണ്, ഈ റേസിസ്റ്റ് എന്നുള്ള ആ ഒരു ഇത്. അപ്പൊ വംശീയ വിവേചനം കാണിക്കുന്നു. ഇവിടെ എന്റെ ചോദ്യം, ഇസ്ലാം എങ്ങനെ ഒരു വംശമാകും? ഇപ്പൊ നമുക്കൊരു ബ്ലാക്ക് എന്ന് പറയുന്ന, അല്ലെങ്കിൽ നീഗ്രോൾ എന്ന് നമ്മൾ പണ്ട് പറഞ്ഞിരുന്ന ബ്ലാക്ക് എന്ന് പറയുന്ന ആ വിഭാഗം, അവരൊരു റേസ് ആണ്. ആര്യൻസ് എന്ന് പറഞ്ഞ ഒരു റേസ് ആണ്. അല്ലെങ്കിൽ വൈറ്റ് പീപ്പിൾ, അതൊരു റേസ് ആണ്. അല്ലെങ്കിൽ ഇവിടുത്തെ ദ്രവീഡിയൻസ്, അതൊരു റേസ് ആണ്. അതെല്ലാം നമുക്കറിയാം, അതൊക്കെ ഓരോരോ റേസുകളുണ്ട്, ശരി, അതെല്ലാം ഓരോരോ വംശങ്ങളാണ്. പക്ഷെ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന്റെ അകത്ത് കറുത്തവർ മാത്രമല്ല ഉള്ളത്, അല്ലെങ്കിൽ വെളുത്തവർ മാത്രമല്ല ഉള്ളത്, അല്ലെങ്കിൽ അറബികൾ ഒരു വംശമാണ്. അപ്പൊ അറബികൾ മാത്രമല്ല ഉള്ളത്, അതിനകത്ത് പല വംശത്തിൽപ്പെട്ട ആൾക്കാരും ഉണ്ട്. അതിനകത്ത് ദ്രവീഡിയൻസ് ഉണ്ട്, ആര്യന്മാരുണ്ട്, അറബികൾ, സെമിറ്റിക് വംശജരായ അറബികളുണ്ട്, പിന്നെ ബ്ലാക്കുകളുണ്ട്, യൂറോപ്യൻസ് ഉണ്ട്, പല വംശത്തിൽപ്പെട്ട ആൾക്കാരും ഉണ്ട്. അതൊരു മതമാണ്. ഒരു മതത്തിനെ എതിർക്കുന്നത് എങ്ങനെയാണ് ഒരു വംശത്തിനെ എതിർക്കുന്നതാകുന്നത്? അപ്പൊ ഈ ചോദ്യം ഇത് യൂറോപ്പില് ഞങ്ങളെ പോലെയുള്ള ചില ആളുകൾ ചോദിച്ചിട്ടുള്ളതാണ്. പക്ഷെ എന്ത് ചെയ്യാം, ആ സമയത്തൊന്നും നമ്മുടെ വാക്കുകൾക്ക് ഒരു വില ഉണ്ടായിരുന്നില്ലല്ലോ. ഈ 10 കൊല്ലം മുമ്പൊക്കെ ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത് ഞങ്ങളെ ക്രിസ്ത്യാനികൾ തന്നെ ഞങ്ങളെ വർഗീയവാദികൾ എന്ന് വിളിച്ച് ആക്ഷേപിച്ചുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു അന്ന് യൂറോപ്പിലും. ഇതിങ്ങനെ പറയുന്നവരെ വർഗീയവാദി, ചാപ്പയോ, റേസിസ്റ്റ് എന്നൊക്കെ മുദ്ര കുത്തിയിട്ട്, വംശീയവാദി എന്നൊക്കെ മുദ്ര കുത്തി അവരെ അങ്ങ് അവഗണിക്കുകയാണ് ചെയ്തത്. പക്ഷെ പിന്നീട് അനുഭവത്തിൽ നിന്ന് പഠിച്ചപ്പോ ആ യൂറോപ്പിനൊക്കെ മനസ്സിലായി കാര്യം, പണ്ട് അവന്മാര് പറഞ്ഞത് കാര്യമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ തന്ത്രം തന്നെയാണ് ഇവിടെ ലിയാഖത്ത് അലി പുറത്തെടുത്തത്. ലിയാഖത്ത് അലി ഇസ്ലാമിനെ വിമർശിക്കുന്നവരെ വംശീയമായി നിങ്ങൾ ടാർഗറ്റ് ചെയ്യുകയാണ്, വംശീയമായി ഒറ്റപ്പെടുത്തുകയാണെന്ന് പറഞ്ഞതിലൂടെ, അവിടെ ആ റേസിസ്റ്റ് എന്നുള്ളതിന്റെ മലയാള പദമാണല്ലോ വംശീയവാദി എന്നുള്ളത് മലയാളത്തിൽ. അപ്പൊ വംശീയ വിവേചനം കാണിക്കുന്നു, വംശീയമായിട്ട് നമ്മൾ ഒറ്റപ്പെടുത്തുന്നു പറയുമ്പോൾ, ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന് അല്ലെങ്കിൽ മുസ്ലിങ്ങളെ വിമർശിക്കുന്നത് എങ്ങനെ വംശീയ വിമർശനമാകും, അല്ലെങ്കിൽ വംശീയ വിവേചനമാകും? അപ്പൊ ആ ചോദ്യത്തിന് മറുപടി പറയാതെ ഇവൻ അവിടെ നിന്ന് മുങ്ങുകയാണ് ചെയ്തത് ലിയാഖത്ത് അലി. പിന്നെ അവിടെ ലിയാഖത്ത് അലി പറഞ്ഞ വേറൊരു കാര്യം എന്നോട് ചോദിച്ചതാണ്, നിങ്ങൾ എന്തുകൊണ്ട് ഇവരെ മുസ്ലിങ്ങൾ എന്ന് വിളിക്കുന്നു? അതായത് ഈ ഭീകരാക്രമണം നടത്തുന്ന ആളുകളുണ്ടല്ലോ, അവരെ നമ്മൾ മുസ്ലിം, ഞാൻ എപ്പോഴും മുസ്ലിം എന്ന് തന്നെ വിളിക്കും. പണ്ടൊക്കെ ഞാൻ ഇസ്ലാമിസ്റ്റുകൾ എന്ന് വിളിക്കുമായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ വിളിക്കേണ്ട ആവശ്യമില്ല, അവരെ മുസ്ലിങ്ങൾ എന്ന് തന്നെ വിളിക്കണം. പിന്നെ ഞാൻ അങ്ങനെ തന്നെ വിളിക്കാൻ തുടങ്ങിയത്, മുസ്ലിങ്ങൾ എന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പൊ പുള്ളി ചോദിക്കുന്നത്, ഇവിടെ കേരളത്തിൽ എത്രയോ മുസ്ലിങ്ങളുണ്ട്, ഇവിടെ ഇഷ്ടം പോലെ നമുക്കറിയാവുന്ന മുസ്ലിങ്ങളുണ്ട്, ശരി. അപ്പൊ അങ്ങനെ ഇരിക്കും, നിങ്ങൾ അവരെ എന്തുകൊണ്ട് മുസ്ലിങ്ങൾ എന്ന് വിളിക്കുന്നത്? അവരെ മുസ്ലിം ഭീകരവാദികളെന്നോ മുസ്ലിം തീവ്രവാദികളെന്നോ അങ്ങനെയാണ് വിളിക്കേണ്ടത്, അല്ലാണ്ട് മുസ്ലിങ്ങളെ നിങ്ങൾ വിളിക്കുന്നത് ശരിയല്ല. അത് ഇവിടെയുള്ള മുസ്ലിങ്ങളെ മുഴുവനും നിങ്ങൾ സംശയത്തിന്റെ നിഴലിലാക്കുകയാണെന്നാണ്. അപ്പൊ ഞാൻ വ്യക്തമായിട്ട് അവനോട് ചോദിച്ചു, ലിയാഖത്ത് അലിനോട് ഞാൻ ചോദിച്ചു, ഈ ഖുർആനും ഹദീസുകളും അനുസരിച്ച് നടക്കുന്ന ഒരു വ്യക്തിയെ മുസ്ലിം എന്നല്ലാതെ വേറെ എന്താണ് വിളിക്കേണ്ടത്? ലിയാഖത്ത് അലി പേരിടാൻ മിടുക്കനാണല്ലോ, പല പല പേരുകളും പലർക്കും ചാപ്പയായിട്ട് കുത്തി കൊടുക്കുന്നവനാണല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, താങ്കൾ പേരിടാൻ മിടുക്കനായ ഒരാളല്ലേ, അപ്പൊ പറ, അവർക്കൊരു പേരിട്ടതാ. ഖുർആന് ഹദീസുകളും കൃത്യമായി അക്ഷരം പ്രതി അങ്ങനെ തന്നെ അനുസരിക്കുന്ന ടീമിനെ എന്താണ് വിളിക്കേണ്ടത്? അവർക്ക് എന്ത് പേരാ വിളിക്കേണ്ടത്? ഇവിടെയുള്ള മുസ്ലിങ്ങളുണ്ടല്ലോ, നമുക്കറിയാവുന്ന, നമുക്ക് പരിചയമുള്ള മുസ്ലിങ്ങൾ, അവര് മുസ്ലിം നാമധാരികളാണ്, അല്ലാണ്ട് ഒറിജിനൽ മുസ്ലിങ്ങളല്ല. കാരണം ഇവിടെയുള്ള ഇസ്ലാം എന്ന് പറഞ്ഞാൽ വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത ഇസ്ലാമാണ്, മനസ്സിലായോ? അല്ലാണ്ട് അത് പ്യുവർ ഇസ്ലാം അല്ല.
വെള്ളം ചേർത്ത ഇസ്ലാമാണ്. ഇവര് മുസ്ലിം നാമധാരികളാണ്. ഒറിജിനൽ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഖുർആന് ഹദീസുകളും അക്ഷരം പ്രതി അനുസരിക്കുന്നവർ, മുഹമ്മദിന്റെ ചര്യയെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റുന്ന ടീമുകളാണ്. അങ്ങനെ ചെയ്യുന്നവരെന്ന് പറയുന്നത് നിങ്ങൾ ഭീകരവാദികളെന്നും തീവ്രവാദികളെന്നും വിളിക്കുന്ന ആ ടീംസ് ഉണ്ടല്ലോ, അവരാണ്. കാരണം ഖുർആനിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവിശ്വാസികളെ കൊല്ലണം, ഹദീസിലും അത് തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് അവർ നടപ്പാക്കുന്നു. അപ്പൊ അവരെയല്ലേ മുസ്ലിങ്ങൾ എന്ന് വിളിക്കണ്ടേ? ഇവരെ വിളിക്കേണ്ടത് മുസ്ലിം നാമധാരികളെന്നാ. ഇപ്പൊ കേരളത്തിലുള്ളവരെ 90% അല്ലെങ്കിൽ 95% പേര് മുസ്ലിം നാമധാരികൾ മാത്രമാണ്. അവരെ മുസ്ലിം എന്ന് എനിക്ക് വിളിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ മുസ്ലിം എന്ന് വിളിക്കുന്നത് അവരാണ് ഒറിജിനൽ മുസ്ലിങ്ങൾ. ഞാൻ പ്രമാണം പഠിച്ചിട്ട് 10-20 കൊല്ലത്തിനധികമായിട്ട് ഞാൻ ഇത് പഠിക്കുന്നുണ്ട്, ഇവരുടെ പ്രമാണങ്ങൾ. ഇത്രയും വർഷത്തെ എന്റെ പഠനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ്. ഇപ്പൊ ബൈബിള് വിശ്വസിക്കുന്ന ഒരുത്തനെ അല്ലെങ്കിൽ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്ന ഒരുത്തനെ അവനെ ക്രിസ്ത്യാനി എന്ന് വിളിക്കും, അല്ലാതെ വേറെന്താ വിളിക്കുക? അവനെ ക്രിസ്ത്യാനി എന്നാ വിളിക്കുന്നത്. അല്ലെങ്കിൽ സിഖ് മതത്തിന്റെ ആ ഗ്രന്ഥം അത് ഫോളോ ചെയ്യുന്നവനെ സിഖുകാരൻ എന്ന് വിളിക്കും. അല്ലെങ്കിൽ ബുദ്ധമതത്തിന്റെ ഗ്രന്ഥങ്ങളെ ഫോളോ ചെയ്യുന്നവനെ ബുദ്ധിസ്റ്റ് എന്ന് വിളിക്കും. അപ്പൊ ഇസ്ലാം മതത്തിന്റെ ഗ്രന്ഥങ്ങളെ ഫോളോ ചെയ്യുന്നവനെ മുസ്ലിം എന്നല്ലാതെ വേറെ എന്ത് പേരാ വിളിക്കണ്ടേ? അത് പറ. അപ്പൊ അതിനവന് മറുപടി ഉണ്ടായിരുന്നില്ല. പിന്നെ വേറെ ചില ടീംസുകളുണ്ട്, ഈ സത്താറിനെ പോലെയൊക്കെ ഉള്ളവര്. അവര് വേറൊരു തന്ത്രമാണ്. ഇന്റലക്ച്വൽ ജിഹാദികൾ വേറെ വിധത്തിലാണ് ഇവർ ഉപയോഗിക്കുന്നത്. അതെന്താണെന്ന് അറിയാമോ? ഞങ്ങൾക്ക് ഇതിലൊന്നും താല്പര്യമില്ല. ഇവരുടെ ഡയലോഗാണ്, ഈ സത്താറിന്റെയൊക്കെ ഡയലോഗാണ്. ഞങ്ങൾക്ക് നിങ്ങളുടെ ഈ അടിയിൽ താല്പര്യമില്ല. മുഹമ്മദ് ആണോ വലുത്, യേശു ആണോ വലുത് എന്നുള്ള അടിയിലൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾക്ക് സമാധാനമാണ് വേണ്ടത്. ഞങ്ങൾ ഇവിടെ 90% വരുന്ന ആളുകൾക്ക് ഇതിലൊന്നും ഒരു താല്പര്യവുമില്ല. ഇത് കേട്ടാൽ നമുക്ക് തോന്നും കേരളത്തിലെ 90% വരുന്ന ആൾക്കാരും ഇവരെയൊക്കെ അവരുടെ പ്രതിനിധികളാക്കി വെച്ചിരിക്കുകയാണെന്ന്. ചുമ്മാ അങ്ങ് എട്ടുകാലി മമ്മൂന് അവകാശവാദം ഉന്നയിക്കുകയാണ്, ഇവരുടെയൊക്കെ പ്രതിനിധിയായിട്ട് സ്വയം കട അവകാശവാദം ഉന്നയിക്കുകയാണ് അവര്. പക്ഷെ ഈ തന്ത്രം അതിന്റെയും കൂടി ഇത് നമ്മൾ അറിയേണ്ട ആവശ്യമുണ്ട്. അതായത് ഇവർക്ക് എപ്പോഴാണ് ഇതൊന്നും താല്പര്യം ഇല്ലാതായത്? ഇതിലൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇവർക്ക് എപ്പോഴാണ് താല്പര്യം ഇല്ലാതായത്? ക്രിസ്ത്യാനികൾ മറുപടി പറയാൻ തുടങ്ങിയപ്പോ, പ്രമാണങ്ങൾ പഠിച്ച് ക്രൈസ്തവർ ഇവർക്ക് മറുപടി കൊടുക്കാൻ തുടങ്ങിയപ്പോ ഇവർക്ക് ഇതിൽ താല്പര്യമില്ല. അപ്പൊ ഇവർക്ക് സമാധാനം വേണം. പക്ഷേ എം അക്ബർ ഇവിടെ സ്റ്റേജ് കെട്ടി കേരളത്തിലുടനീളം പിന്നെ ഗൾഫിലും ഒക്കെ പോയിട്ട് ബൈബിളിനെതിരെ, യേശുക്രിസ്തുവിനെതിരെ, ക്രിസ്ത്യാനിറ്റിക്കെതിരെ പ്രസംഗങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എം അക്ബറിന്റെ തേരോട്ടമായിട്ട് ഇങ്ങനെ നടന്നിരുന്ന ഒരു കാലം. ആ കാലത്ത് ഇവർക്ക് ഈ സമാധാനം വേണമെന്നുള്ള ചിന്തയുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഇങ്ങനത്തെ ഒരു ഡയലോഗേ വന്നിട്ടില്ല. കാരണം എന്താണ്? ഇതിനെയല്ലേ, യേശുക്രിസ്തുവിനല്ലേ അടിക്കുന്നത്, ബൈബിളിനല്ലേ അടിക്കുന്നത്, ക്രിസ്ത്യാനികളല്ലേ അടിക്കുന്നത്. അടിക്കട്ടെ, കാരണം ഞമ്മന്റെ ദീൻ വളർത്താൻ വേണ്ടിയല്ലേ, അടിക്കട്ടെ. പക്ഷേ ക്രിസ്ത്യാനികൾ കുത്തിയിരുന്ന് പുസ്തകം വാങ്ങി, കാശ് കൊടുത്ത് പുസ്തകം വാങ്ങി കുത്തിയിരുന്ന് വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് പ്രമാണം വെച്ച് തിരിച്ചു മറുപടി പറയാൻ തുടങ്ങിയിട്ട് അള്ളാഹുവും മുഹമ്മദും ഖുറാനും ഒക്കെ അങ്ങ് ഏറി കയറാൻ തുടങ്ങി കഴിഞ്ഞപ്പോ ഇവര് വന്നിട്ട് പറയാണ് ഞങ്ങൾക്ക് സമാധാനം വേണം, ഞങ്ങൾക്ക് ഇതിൽ താല്പര്യമില്ല. ആ തന്ത്രം കൈ വെച്ചാൽ മതി. ഹലോ, ഞാനൊന്ന് ഇതായിപ്പോയി, നെറ്റിനെന്തോ പ്രശ്നം വന്ന് പുറത്തായി. ഇപ്പൊ ശരിയാണോ? കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഞാൻ പറഞ്ഞ അവസാനം എവിടെ വരെ നിങ്ങൾ കേട്ടതെന്നും പറഞ്ഞു. എം അക്ബർ തേരോട്ടം നടത്തി, അതിനുശേഷം തേരോട്ടം നടന്നതിന് ശേഷം സമാധാനം വേണമെന്ന് അള്ളാഹു ഏറി കയറി കഴിഞ്ഞപ്പോ അവർക്ക് ഓക്കെ അതന്നെ. ഈ അള്ളാഹുവും മുഹമ്മദും ഖുർആനും ഒക്കെ ഏറി കയറി കഴിഞ്ഞതിന് ശേഷം അന്ന് കണ്ടു കഴിഞ്ഞപ്പോ ഇവരെ നെഞ്ചി പടയ്ക്കാൻ തുടങ്ങി. കാരണം നമ്മന്റെ കരളല്ലേ ഏറിന്ന് ഇറങ്ങാൻ പറ്റാണ്ട് കിടന്ന് ഇങ്ങനെ അങ്ങ് ഇത് ചെയ്യുന്നത്, അവിടെ കിടന്ന് ഇങ്ങനെ പടയ്ക്കുന്നത്. അത് കണ്ടപ്പോ ഇവർക്ക് വിഷമമായി. അപ്പൊ പറയണ ഞങ്ങൾക്ക് സമാധാനം വേണോട്ടാന്ന്. എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങൾ ഇത് നിർത്തണം എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾ ഇസ്ലാം വിമർശനം നിർത്തണം. ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്, വേറൊന്നും അല്ല. തൽക്കാലം നിർത്താൻ ഞങ്ങൾക്ക് സൗകര്യമില്ല. മനസ്സിലായി? ഞങ്ങള് ഭരണഘടന നൽകിയിരിക്കുന്ന ആ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന മൗലികമായ അവകാശമുണ്ട്. അത് ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകളുടെയോ നിരീശ്വരവാദികളുടെയോ എക്സ് മുസ്ലിങ്ങളുടെയോ ഒന്നും ഔദാര്യമല്ല. ഭരണഘടന എനിക്ക് നൽകിയിരിക്കുന്നത്. ഞാൻ ഈ ഇന്ത്യയിൽ ജനിച്ചു വളർന്നവനാണ്. ജനിച്ചു വളർന്നപ്പോ തന്നെ എനിക്ക് ജനിച്ച സമയത്ത് തന്നെ ഭരണഘടന എനിക്ക് നൽകിയിരിക്കുന്ന പൗരനാണ്. ഞാൻ ജനിച്ചപ്പോ ഇവിടുത്തെ പൗരനാണ്. അപ്പൊ എനിക്ക് തന്നിരിക്കുന്നതാണ്, അല്ലാണ്ട് ഒരുത്തന്റെ ഔദാര്യമല്ല അത്. ആ ഭരണഘടനയ്ക്ക് എതിരാകാത്ത വിധത്തിൽ, നിയമത്തിന് വിരുദ്ധമാകാത്ത വിധത്തിൽ ഭരണഘടന എനിക്ക് നൽകിയിരിക്കുന്ന അവകാശത്തിന്റെ ആ അങ്ങേയറ്റത്തെ പരിധിയോളം ചെന്ന് നിന്നുകൊണ്ട് തന്നെ ഞാനിത് ഉപയോഗിക്കും, ഞാൻ സംസാരിക്കും. ഞാൻ മാത്രമല്ല, ട്രൂത്ത് ഫൈറ്റേഴ്സിനകത്തുള്ള സഹോദരന്മാരതൊക്കെ ചെയ്യും. അപ്പൊ ഇങ്ങനെയൊന്നും നമ്മുടെ വായടപ്പിക്കാൻ പറ്റില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോ ഇവര് കൊണ്ടുവന്ന ഒരു തന്ത്രമാണ് ക്രിസംഗി എന്ന് പറയുന്ന ചാപ്പ. ക്രിസംഗി, ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ ആ ക്രി എന്നുള്ള വാക്ക്, ആ അക്ഷരം, ക്രി എന്ന് പറയുന്ന അക്ഷരം, അത് ഒരു മതത്തെയാണ് ഫ്രെയിം ചെയ്യുന്നത്. നിങ്ങൾ ഓർത്തോളണം.
ഒരു മതത്തിനെയാണ് അത് ഫ്രെയിം ചെയ്യുന്നത്. അതായത് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്രിസ്തു മതക്കാരെന്ന് പറയുന്ന അതിനെയാണ് ഫ്രെയിം ചെയ്യുന്നത്. അതായത് ഇപ്പൊ അബ്ദുള്ള കുട്ടി BJP-യുടെ ഇതായിട്ട് പോയല്ലോ, അദ്ദേഹം BJP ചേർന്നു. ആരെങ്കിലും അബ്ദുള്ള കുട്ടീനെ മുസംഗി എന്ന് വിളിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, ഒരാളും കേട്ട് കാണില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അതങ്ങനെ പറയാറില്ല. കാരണം മുസംഗി എന്ന് പറയുമ്പോൾ അതൊരു മതവുമായി ബന്ധപ്പെട്ട വാക്കായി മാറും, ഒരിക്കലും അങ്ങനെ വിളിക്കുന്നില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹിന്ദു അവൻ സംഘപരിവാറിൽ പ്രവർത്തിക്കുന്നതിന്റെ പേരിൽ അവനെ ഹിസംഗി എന്ന് വിളിക്കുന്ന നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. കാരണം അതും ഒരു മതത്തോട് ബന്ധപ്പെട്ട വാക്കായിട്ട് മാറും എന്നറിയാം. പക്ഷെ ക്രിസ്ത്യാനിയെ മാത്രം അവൻ സംഘപരിവാറിനോട് അനുഭാവം കാണിച്ചാൽ, ഈ ക്രിസംഗി എന്ന് ഇവര് വിളിക്കുന്ന എല്ലാവരും സംഘപരിവാറിനോട് അനുഭാവമുള്ളവരൊന്നല്ല കേട്ടോ, അതറിയണം. ഇപ്പൊ ഞങ്ങൾക്കൊക്കെ ആ ചാപ്പയുണ്ട്, ഞങ്ങൾ ആരും സംഘപരിവാറിനോട് അനുഭാവം കാണിക്കുന്ന ആളുകളൊന്നും അല്ല. അപ്പൊ ഒരു ക്രിസ്ത്യാനി സംഘപരിവാറിനോട് അനുഭാവം കാണിച്ചാലും അല്ലെങ്കിൽ ഇസ്ലാമിനെ വിമർശിച്ചാലും അപ്പൊ തന്നെ അവന് കുത്തിത്തരികയാണ് ഇവർ ഈ ചാപ്പ ക്രിസംഗി. അതായത് ഒരു മതത്തിനെയാണ് അവിടെ ഇതാകുന്നത്. കാരണം സംഘം എന്ന് പറയുന്നത്, സംഘപരിവാർ അല്ലെങ്കിൽ സംഘി എന്നുള്ളത് അതൊരു ഓർഗനൈസേഷൻ ആണ്. ഒരു ഇന്ത്യക്കകത്ത് പ്രവർത്തിക്കാൻ നിയമവിധേയമായി പ്രവർത്തിക്കാൻ അനുവാദം കിട്ടിയിട്ടുള്ള ഒരു സംഘടനയാണത്. അപ്പൊ ആ സംഘടനയോട് ഏതെങ്കിലും മതക്കാരതിൽ ചേർന്ന് കഴിഞ്ഞാൽ അവന്റെ മതത്തിനെ അതിനകത്ത് കൂട്ടിക്കെട്ടുന്നത് എന്തിനാണ്? അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അബ്ദുള്ള കുട്ടീനെ മുസംഗി എന്ന് വിളിക്കണ്ടേ? എന്താ വിളിക്കാത്തേ? അത് വിളിക്കുകയില്ല. കാരണം ഇവിടെ ക്രിസ്ത്യാനികളെ പ്രത്യേകമായിട്ട് ടാർഗറ്റ് ചെയ്യുകയാണ്. ക്രിസ്ത്യാനികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ചാപ്പ അവര് ഇറക്കിയത്. പക്ഷെ അത് ഒരു പ്രതീക്ഷിച്ച ഫലം കണ്ടില്ല. കാരണം എന്താണെന്നറിയോ? ഈ ക്രിസംഗി എന്നുള്ള വാക്ക് കേട്ടപ്പോ ക്രിസ്ത്യാനികൾ, ഇപ്പൊ ഞാനൊക്കെ ഫേസ്ബുക്കിൽ തന്നെ അത് പോസ്റ്റ് ആയിട്ട് ഇടുകയും ചെയ്തു, ക്രിസ്തുവിന്റെ സംഘത്തിലുള്ളവൻ, അതുകൊണ്ട് ക്രിസംഗി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ സംഘത്തിലുള്ളവനാണ്, ഞാനൊരു ക്രിസംഗിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനികൾ അത് ഏറ്റെടുത്ത്, ആ ചാപ്പ ഏറ്റെടുത്തു. അത് ഇവര് പ്രതീക്ഷിച്ചില്ല, ഇങ്ങനൊരു കാര്യം ക്രിസ്ത്യാനികൾ ചെയ്യുമെന്നുള്ള കാര്യം. അത് പാളിപ്പോയി. അപ്പൊ ക്രിസംഗി എന്നുള്ള ചാപ്പ അത് ഓക്കെ, ഞങ്ങൾ ക്രിസംഗികളാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന അർത്ഥമല്ല, ക്രിസ്തുവിന്റെ സംഘത്തിലുള്ളവരാണ് ക്രിസംഗി എന്ന് പറഞ്ഞതോടുകൂടി അത് ചീറ്റിപ്പോയി. അത് ചീറ്റി കഴിഞ്ഞപ്പോഴാണ് ലിയാഖത്ത് അലി പുതിയ ചാപ്പയുമായിട്ട് വന്നത്. അതെന്താണെന്നറിയാമോ? സംക്രിഡാപ്പി. അതാണ് പുതിയ ചാപ്പ. ഈ സംക്രിഡാപ്പി എന്നുള്ള വാക്കും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ സംഘികൾ എന്നുള്ളതിന്റെയാണ് സംഘി എന്ന് പറയുന്നത് നമുക്കറിയാവുന്നത് പോലെ, അല്ലെങ്കിൽ സംഘപരിവാർ എന്ന് പറയുന്ന അറിയാവുന്ന പോലെ ഒരു മതത്തെ പ്രതിനിധാനം ചെയ്യുന്നതല്ല, അതൊരു സംഘടനയാണ്, അത് ഓർഗനൈസേഷൻ മാത്രം. അതുപോലെ അവസാനത്തെ ഡാപ്പി എന്ന് പറയുന്നത് അത് സുഡാപ്പി എന്നുള്ളതിന്റെ ആദ്യത്തെ അക്ഷരം എടുത്തിട്ട് അവസാനത്തെ രണ്ടെണ്ണം എടുത്തിരിക്കുന്നതാണ്. ആ സുഡാപ്പി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ SDPI എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സുഡാപ്പികൾ എന്ന് നമ്മൾ വിളിക്കുന്ന SPI-ക്കാർ മാത്രമല്ല, SDP-ക്കാർ മാത്രമല്ല, വേറെ കുറെ ടീംസ് ഒക്കെ ഉണ്ട്. ഏതായിക്കോട്ടെ, അതൊന്നും ഒരു മതമല്ല, ഇസ്ലാം മതത്തിനകത്തുള്ള ഒരു ഓർഗനൈസേഷൻ മാത്രമാണ് അത്. അപ്പൊ ഈ എന്നുള്ളതും ഒരു മതമല്ല, അതൊരു സംഘടനയാണ്. ഡാപ്പി എന്ന് പറഞ്ഞിരിക്കുന്നതും ഒരു മതത്തിനെ അല്ല, ഒരു ഓർഗനൈസേഷൻ മാത്രമാണ്. പക്ഷെ നടുക്കുള്ള ക്രിയ എന്താണ്? അതെന്താ? അതൊരു മതത്തിനെയാണ് അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. ഇവരെ തന്ത്രം, ഇന്റലക്ച്വൽ ജിഹാദികളുടെ തന്ത്രം നാം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. ഇവിടെ ഇസ്ലാമിനെ വിമർശിക്കുന്ന ക്രിസ്ത്യാനികളാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ, സംഘടന എന്നുള്ള നിലയിൽ ആദ്യമായിട്ട് കേരളത്തിൽ ഇസ്ലാമിനെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ വിമർശിച്ചിരിക്കുന്നത് സാക്ഷിയാണ്. സാക്ഷി അപ്പോളജറ്റിക്സ് നെറ്റ്വർക്ക്. നമ്മൾ ഇഷ്ടം പോലെ സ്റ്റേജ് വെച്ച് കെട്ടി പരസ്യവേദികളിൽ ഞങ്ങൾ ഇസ്ലാമിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോ ആ സാക്ഷിയുടെ ആദ്യത്തെ അക്ഷരം അവസാനത്തെ അക്ഷരം ഏത് വേണമെങ്കിലും അവർക്ക് എടുക്കാം, അത് കൊണ്ടുവയ്ക്കാം. സംക്രിഡാപ്പി എന്നുള്ളതിന് പകരം സംസാപ്പിന്നോ അല്ലെങ്കിൽ സംക്ഷിപ്പിന്നോ സംസഡാപ്പിന്നോ സംഷിഡാപ്പിന്നോ എന്ത് വേണമെങ്കിലും വെക്കാം, സാക്ഷിയുടെ ഇത് വെക്കാം. അല്ലെങ്കിൽ ട്രൂത്ത് ഫൈറ്റേഴ്സ് ഉണ്ട് സോഷ്യൽ മീഡിയയിലാണെങ്കിൽ, അതെടുത്ത് വെക്കാം. ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ ഏതെങ്കിലും ഒരു അക്ഷരം അത് കൊണ്ടുവയ്ക്കാം. അതല്ലെങ്കിൽ കാസയുണ്ട്, കാസ, അത് കൊണ്ടുവയ്ക്കാം. സംഘടാപ്പി കൊണ്ടുവയ്ക്കാം. ഇങ്ങനെ എന്തെങ്കിലും ഇസ്ലാമിനെതിരെ എതിർക്കുന്ന, ഇസ്ലാമിനെ വിമർശിക്കുകയും അതിനെ എക്സ്പോസ് ചെയ്യുകയും ചെയ്യുന്ന ഇഷ്ടം പോലെ ടീംസ് ക്രിസ്ത്യാനികളുടെ ഇടയിലുണ്ടല്ലോ, സംഘടനകള്. ആ സംഘടനകളെ ഏതെങ്കിലും ഒരു അക്ഷരം കൊണ്ട് വെക്കാമായിരുന്നു. അതൊന്നും ചെയ്യാതെ എന്ന് അവിടെ കൊണ്ടുവച്ചതിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലായോ? അത് ഈ അത് ലിയാഖത്ത് അലിയുടെ ബുദ്ധിയൊന്നും അല്ല. അത് ലിയാഖത്ത് അലിയുടെ തല അത്രയൊന്നും, അതിന് മാത്രം തലയൊന്നും ലിയാഖത്ത് അലിക്ക് ഇല്ല. അതൊക്കെ ഈ ഇന്റലക്ച്വൽ ജിഹാദികളുടെ ആ തിങ്ക് ടാങ്കിൽ നിന്ന് വരുന്ന സാധനമാണ് അതൊക്കെ. അതായത് ക്രിസ്ത്യാനി എന്ന് പറയുന്ന ആ കൂട്ടരെ, ആ മതത്തിനെ അങ്ങനെ തന്നെ ഫ്രെയിം ചെയ്യണം. ഇത് നമ്മൾ പോലും അറിയാതെ പൊതുസമൂഹത്തിന്റെ ഉള്ളിലേക്ക് പതുക്കെ പതുക്കെ ഇൻജക്ട് ചെയ്യുന്നതാണ്. ഇത് പലവട്ടം കേൾക്കുകയും ഇതൊക്കെ ആകുകയും ചെയ്യുമ്പോൾ ആളുകളുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത, ക്രിസ്ത്യാനി എന്ന് പറയുന്ന വിഭാഗം മൊത്തത്തിൽ ഇതാണ്. ഇപ്പൊ സംഘിയെ എങ്ങനെ കാണുന്നു, സുഡാപ്പിയെ എങ്ങനെ കാണുന്നു, അതേപോലെ ക്രിസ്ത്യാനി എന്ന് പറയുന്ന മൊത്തം മതവിഭാഗത്തെയും കാണണം. മനസ്സിലായ? അതിനകത്തുള്ള ഏതെങ്കിലും ഒരു കൂട്ടരെ അല്ല. ഇപ്പൊ അവൻ ഇതിനകത്ത് കാസയുടെയോ അല്ലെങ്കിൽ സാക്ഷിയുടെയോ അല്ലെങ്കിൽ ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെയോ അല്ലെങ്കിൽ IVT മീഡിയയുടെയോ
അല്ലെങ്കിൽ സെബാസ്റ്റ്യൻ മുന്നയ്ക്കലിന്റെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കണമെങ്കിൽ അവരെ മാത്രമേ പൊതുജനം ആ ലെവലിൽ കാണുകയുള്ളൂ. സംഘി പോലെ, സുഡാപ്പി പോലെ, ട്രൂത്ത് ഫൈറ്റേഴ്സിനെ കണ്ടെന്ന് വരും, അല്ലെങ്കിൽ സാക്ഷിയെ കണ്ടെന്ന് വരും, അല്ലെങ്കിൽ കാസനെ കണ്ടെന്ന് വരും, അല്ലെങ്കിൽ IBT മീഡിയ, അങ്ങനെ ഒന്നിനെ മാത്രമേ അത് കാണുകയുള്ളൂ. അത് പാടില്ല. മൊത്തം ക്രിസ്ത്യാനികൾ ഇതിനകത്ത് വരണം. അതുകൊണ്ടാണ് ക്രി എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇന്റലക്ച്വൽ ജിഹാദിന്റെ ഭാഗമാണ് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. ഇവനൊക്കെ ഈ നീലക്കുറുക്കനൊക്കെ കൂകുന്നതുണ്ടല്ലോ, ഇതുപോലെയൊക്കെയാണ് പതുക്കെ പതുക്കെ അവർ പോലും അറിയാതെ കൂകുന്നത്. ഞങ്ങൾ ഇതൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവരാണ്. ഞങ്ങൾ ഇവരെ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്, ഓരോ ടീമിനെയും. കാരണം ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കൂടെ നിൽക്കുന്നെന്ന് പറയുന്ന ടീംസ് ആണെങ്കിലും ശരി, എപ്പോ വേണമെങ്കിലും ഞങ്ങൾക്കെതിരെ തിരിയും. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ലോകം എന്നെ വെറുത്തുവെങ്കിൽ അത് നിങ്ങളെയും വെറുക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത് പ്രതീക്ഷിച്ച് തന്നെയാണ് നിൽക്കുന്നത്, ലോകം എപ്പോ വേണമെങ്കിലും ഞങ്ങളെ പകയ്ക്കും എന്നുള്ളത്. അതുകൊണ്ട് ഓരോരുത്തരെയും സൂക്ഷ്മമായി നിരീക്ഷിച്ച് തന്നെയാണ്, അവരുടെ ഓരോ വാക്കുകളും പ്രവൃത്തികളും ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. എന്നിട്ട് ലിയാഖത്ത് ഇന്നലെ പറയുന്നത് ഞാൻ കേട്ടിരുന്നു, എനിക്കൊരാൾ ക്ലിപ്പ് അയച്ചു തന്നു. ഇവരൊക്കെ ഒരേ ചട്ടിയിലിട്ട് വറുത്തു കോര, ഇവരെല്ലാം ഒരേ ഇതാണെന്ന്, ഗണത്തിൽപ്പെട്ടവരാണ്. ക്രിസ്ത്യാനി ആയാലും ഇതായാലും സംഘികളായാലും പിന്നെ സുഡാപ്പികളായാലും ഇവരൊക്കെ ഒരേ ഗണത്തിൽ തന്നെ ഗണത്തിൽപ്പെടുന്നവരാണ്. ഇവരൊക്കെ ഒരേ ചട്ടിയിലിട്ട് വറുത്തു കോരാം, 3 എണ്ണത്തിനെ ഒരേ ചട്ടിയിലിട്ട് വറുത്തു കോരാം. ആവർത്തിച്ച് പറയുന്നുണ്ട്. അറിയാണ്ട് ചോദിക്കുകയാണ്, എപ്പോഴാണ് ക്രിസ്ത്യാനികൾ എന്ത് തീവ്രവാദമാണ് ഇവിടെ നടത്തിയത്? എങ്ങനെയാണ് ഈ 3 കൂട്ടരെയും ഒരേ ചട്ടിയിലിട്ട് വറുത്തു കോരാൻ പറ്റുന്നത്? കൃത്യമായ റെഫറൻസ് നൽകിക്കൊണ്ട് വിമർശനം നടത്തുന്നതും, ചുമ്മാ ചോദ്യപേപ്പറിൽ മുഹമ്മദ് എന്നൊരു പേരെഴുതിയതിന്റെ പേരിൽ സൂറ 5:33 അനുസരിച്ച് ജോസഫ് മാഷിന്റെ കയ്യും കാലും എതിർദിശകളിൽ നിന്ന് വെട്ടിക്കളഞ്ഞത് എങ്ങനെയാണ് ഒരേ ചട്ടിയിലിട്ട് വറുത്തു കോരാവുന്ന പ്രവൃത്തിയാകുന്നത്? ഭരണഘടന ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അവകാശത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ വിമർശനം നടത്തുന്നത്. അത് ഞങ്ങളുടെ വായ തോന്നിയതൊന്നും അല്ല. ഈ ജബ്ബാർ മാഷൊക്കെ വളച്ചൊടിച്ച് വിമർശിച്ചതുപോലെയൊന്നും അല്ല ഞങ്ങൾ ചെയ്യുന്നത്. കൃത്യമായിട്ട് ഇവരെ തന്നെ പണ്ഡിതന്മാരെ ഞങ്ങൾ കൊണ്ടുവരുന്നു, ഇവരുടെ തഫ്സീറുകൾ ഞങ്ങൾ എടുത്തുകൊണ്ട് വരുന്നു, ഇവരുടെ ഹദീസുകൾ എടുത്തിട്ട് വരുന്നു, എന്നിട്ട് അത് വായിച്ചു കേൾപ്പിക്കുന്നതല്ലേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ, അല്ലാതെ വേറെ ഒന്നും ചെയ്യുന്നില്ല. അത് ഭരണഘടന നൽകിയിരിക്കുന്ന അവകാശമാണതേ. ആ അവകാശം ഞങ്ങൾ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് ഈ കയ്യും കാലും വെട്ടിക്കളഞ്ഞ ടീമിന്റെ ഒപ്പം ആകുന്നത്? എങ്ങനെയാണ്? പിന്നെ ലിയാഖത്ത് അലി ഇന്നലെ പറയണ്ട, ഇസ്ലാമിനെ നവീകരിക്കണം, ഇസ്ലാമിനെ നവീകരിക്കണം. ഞങ്ങൾ അതിനുവേണ്ടി ഇങ്ങനെ കഷ്ടപ്പെട്ട് ഓരോന്ന് ചെയ്യുമ്പോൾ നിങ്ങളെപ്പോലുള്ളവർ അത് നശിപ്പിച്ചു കളയാണ്. കാരണം ഇവിടെ എല്ലാവർക്കും ജീവിക്കണം, ഹിന്ദുക്കൾക്കും ജീവിക്കണം, ക്രിസ്ത്യാനികൾക്കും ജീവിക്കണം, മുസ്ലിങ്ങൾക്കും ഇവിടെ ജീവിക്കണം. അവസാനം പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതിനുവേണ്ടി തന്നെയാണ് ഈ കളിയൊക്കെ കളിക്കുന്നത്. മുസ്ലിങ്ങൾക്ക് ഇവിടെ ജീവിക്കണം. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ശരിയാണല്ലോ എന്ന്. പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും പറയോ മാവോയിസ്റ്റുകൾക്കും ഇവിടെ ജീവിക്കണമെന്ന്? മാവോയിസ്റ്റുകളുടെ അവകാശത്തിന് വേണ്ടി നിങ്ങൾ ആരെങ്കിലും പറയും? പറയില്ല. കാരണം നമുക്കറിയാം ആ ഐഡിയോളജി അത് തെറ്റാണ്, അത് മോശമാണ്, അത് നമുക്ക് ദോഷം ചെയ്യും. അല്ലെങ്കിൽ ഇവിടെ തമിഴ്നാട്ടിലുള്ള തമിഴ് പുലികൾക്ക് ഇവിടെ ജീവിക്കണം എന്ന് ആരെങ്കിലും പറയും? ഇല്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം, ഇത് നമ്മുടെ നാശത്തിന് വേണ്ടിയുള്ള ഒരു ഐഡിയോളജി. അത് ഇതാണ്, എന്താണ് ഇപ്പൊ മാവോയിസം പോലെ, നക്സലിസം പോലെയൊക്കെയുള്ള, അല്ലെങ്കിൽ വിപ്ലവത്തിലൂടെ അധികാരത്തിലെത്താൻ പറഞ്ഞിട്ട് മറ്റുള്ളവരെ കൊല്ലുവാനൊക്കെ ഒരു മടിയില്ലാത്തതായ ഒരു ഐഡിയോളജി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അംഗീകരിക്കില്ല. അവരിവിടെ വേണ്ടാന്ന് തന്നെ നമ്മൾ പറയും. ആ വ്യക്തികളല്ല, ഐഡിയോളജി ഇവിടെ വേണ്ട, അത് ഒഴിവാക്കാനേ നമ്മൾ ശ്രമിക്കുകയുള്ളൂ. പക്ഷെ ഈ ഐഡിയോളജി മതത്തിന്റെ ലേബലിൽ വരുമ്പോ നമ്മൾ എന്തിനു അനുവദിച്ചു കൊടുക്കണം? മതത്തിന്റെ ലേബലിൽ വരുമ്പോ എന്തിനു അനുവദിച്ചു കൊടുക്കണം? ഖുർആനിൽ വളരെ വ്യക്തമായിട്ടല്ലേ പറയുന്ന അവിശ്വാസികളുടെ കഴുത്ത് കണ്ടിക്കാൻ. ഹദീസിലും അത് അങ്ങനെ തന്നെയല്ലേ പറയുന്നത്. ഇനി ഇസ്ലാമിക ചരിത്രത്തിലേക്ക് വന്ന സഹാബിമാരും അത് അങ്ങനെ തന്നെയല്ലേ ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഐഡിയോളജി ഇവിടെ എന്തിന്? ആ ഐഡിയോളജിക്കാർ ഇവിടെ എന്തിനാണെന്ന് എന്റെ ചോദ്യം. ആ ഐഡിയോളജി വിട്ടുകളയണം. അതിൽ വിശ്വസിക്കുന്ന ആളുകൾ, മുസ്ലിങ്ങൾ അത് വിട്ടുകളയണം. അവർ നിരീശ്വരവാദത്തിലേക്ക് പൊക്കോട്ടെ, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. അവർ ഹിന്ദു മതത്തിലേക്ക് പൊക്കോട്ടെ, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. അല്ലെങ്കിൽ അവർ ക്രിസ്തു മതത്തിലേക്ക് വരട്ടെ, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. എന്ത് വേണമെങ്കിലും ആകട്ടെ, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. കാരണം ഇതൊന്നും മനുഷ്യനെ കൊല്ലാൻ പറയുന്ന ഐഡിയോളജികളല്ല. മനസ്സിലായ? അതുകൊണ്ട് അങ്ങനെ ഉള്ളത് കൊണ്ട് എന്റെ മക്കൾക്കോ അല്ലെങ്കിൽ എന്റെ മക്കളുടെ മക്കൾക്കോ ഇവിടെ ഒരു കുഴപ്പമില്ലാതെ ജീവിക്കാൻ പറ്റും. പക്ഷെ ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജി ആണെങ്കിൽ അത് ഇന്നല്ലെങ്കിൽ നാളെ, അത് ഡെമോക്രൈസിന്റെ വാള് പോലെ നമ്മുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന സാധനമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ആ ഐഡിയോളജി അതിന്റെ പൂർണ്ണ ശക്തിയോടുകൂടെ തന്നെ ഇങ്ങോട്ട് പുറത്തു വരും. ഇപ്പൊ അത് പതുങ്ങിക്കെടുക്കണം. അതിനാവശ്യമായ അംഗബലം ഇല്ല, ഇപ്പോ ആയിട്ടില്ല, അംഗബലം ആയിട്ടില്ല. അംഗബലം ആകുന്നതനുസരിച്ച് പതുക്കെ മാറ്റം വരുന്നത് നമ്മൾ അറിയുന്നുണ്ട്. ഒരു 30 കൊല്ലം മുമ്പുള്ള മുസ്ലിങ്ങളൊന്നും അല്ലല്ലോ ഇന്നുള്ളത്, നമുക്കറിയാം. അന്നുള്ളവർക്ക് ഓണം ഹറാമായിരുന്നില്ല, നമ്മുടെ വീടുകളിൽ വന്ന് അവർ ഭക്ഷണം കഴിക്കുമായിരുന്നു, അവർക്ക് ഹലാൽ ബോർഡ് വേണ്ടായിരുന്നു, ഹോട്ടലിന്റെ മുമ്പിൽ ഒന്നും വേണ്ടായിരുന്നു. പക്ഷെ അവരുടെ അംഗസംഖ്യ വർദ്ധിക്കുന്നതനുസരിച്ച് പതുക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഇനിയും അംഗസംഖ്യ കൂടുന്നതനുസരിച്ചിട്ട് അതേ പറഞ്ഞ എന്റെ മക്കളുടെ കാലം അല്ലെങ്കിൽ മക്കളുടെ പേരക്കുട്ടികളുടെ കാലമാകുമ്പോഴേക്കും അതങ്ങ് പുറത്തു വരും. ആ ഭൂതം കുപ്പിന്ന് പുറത്തിറങ്ങും.
അപ്പൊ അതാ ഇറങ്ങുന്നതിനെ തടയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്. അന്നേരം കൊണ്ട് ഇതിനെ പരിഷ്കരിക്കാനാണ് ലിയാഖത്ത് അലി നോക്കുന്നത്, ഇതിനെ നവീകരിക്കാൻ പറ്റിയല്ല. ഇസ്ലാമിന്റെ നവീകരണത്തിന് വേണ്ടി പലരും ശ്രമിച്ച പലരും തട്ടിപ്പോയി, ചേന്നൂർ മൗലയെ പോലുള്ളവരൊക്കെ. അതല്ലാണ്ട് പരിശ്രമിച്ചവര്, ആ പരിശ്രമം എത്തിയത് ഇസ്ലാമിന്റെ ഉണർവിലാണ്, റിവൈവൽ. അതായത് റിഫോർമേഷന് വേണ്ടി ശ്രമിക്കും, ഇസ്ലാമിന്റെ റിവൈവലിൽ അത് അവസാനിക്കുകയും ചെയ്യും. അതിനൊരു പുത്തൻ ഉണർവ് കിട്ടും, ഒരു പുതുജീവൻ കിട്ടും, അതേ സംഭവിക്കുകയുള്ളൂ. അത് ഞങ്ങൾക്ക് അറിയാത്തതൊന്നും, ഞങ്ങൾ ചരിത്രം പഠിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് അറിയാം, അത് അറിയാത്തതൊന്നുമല്ല. പക്ഷെ ലിയാഖത്ത് അലിയൊക്കെ നിങ്ങളെ കബളിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ തോന്നുന്നു ശരിയാണല്ലോ, മുസ്ലിങ്ങളും മനുഷ്യരല്ലേ, അവർക്ക് ഇവിടെ ജീവിക്കേണ്ടതെന്ന്. അവർ ജീവിച്ചോട്ടെ, നമ്മൾ വേണ്ടാന്ന് പറയുന്നൊന്നുമില്ല. പക്ഷെ ആ ഐഡിയോളജി കൊണ്ട് ഇവിടെ ജീവിക്കുന്നതാണ് പ്രശ്നം. ആ ഐഡിയോളജി, അതായത് മാവോയിസം എന്ന് പറയുന്ന ഐഡിയോളജി, നക്സലിസം എന്ന് പറയുന്ന ഐഡിയോളജി, അല്ലെങ്കിൽ LTTE അവരുടെ ഐഡിയോളജി ഒക്കെ എങ്ങനെ നമുക്ക് ദോഷകരമായിട്ട് വരുന്നുവോ അതുപോലെ തന്നെ അമുസ്ലിങ്ങളായ എല്ലാവർക്കും ദോഷകരമായ ഐഡിയോളജിയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ ഐഡിയോളജി അങ്ങനെയുള്ളതാണ്. ആ ഐഡിയോളജി വിട്ട് കളഞ്ഞിട്ട് അവർ ജീവിക്കട്ടെ. ആർക്കും ഇവിടെ ഒരു പ്രശ്നവും ഇല്ല. ഞങ്ങൾക്ക് മുസ്ലിങ്ങളോടല്ല പ്രശ്നം. ഞങ്ങളുടെ തലയറുക്കാൻ കൽപ്പിച്ചിട്ടുള്ള, ഞങ്ങളുടെ കഴുത്തിറക്കാൻ കൽപ്പിച്ചിട്ടുള്ള, ഞങ്ങളുടെ സ്ത്രീകളെ പിടിച്ച് ലൈംഗിക അടിമകളാക്കാനൊക്കെ കൽപ്പിച്ചിട്ടുള്ള ആ ഐഡിയോളജി അവരുടെ കൈവശം ഇരിക്കുന്നിടത്തോളം കാലം ഇവിടെ ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ. അത് ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ്. ഞങ്ങൾ അത് പിന്നെയും അത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ അത് അങ്ങനെ ഇതല്ല. പിന്നെ ഇതിന് വേറൊരു രസമുണ്ട്, ഇവർ ഈ പറയുന്നത് അത് ഭയങ്കര ഇരട്ടത്താപ്പാണ്. കാരണം ഞാൻ ഈ ടീംസിനോട് ഞാൻ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. എന്റെ പരിചയത്തിൽ കുറെ മുസ്ലിംസ്, ഈ RSSകാരുണ്ട്, എന്റെ സുഹൃത്തുക്കളായിരിക്കുന്നവർ, നല്ല വ്യക്തികളാണ്, നല്ല മനുഷ്യർ, തങ്കപ്പെട്ട മനുഷ്യർ, നല്ല ആളുകൾ എന്നൊക്കെ ഞാൻ പറഞ്ഞ അവരൊന്ന് പുകഴ്ത്തി പറപ്പ്. ഞാൻ വെറുതെ പറഞ്ഞാൽ നല്ല സത്യം തന്നെയാണ്. എന്റെ സുഹൃത്തുക്കളിൽ പലരും ഉണ്ട് അങ്ങനെയുള്ളവർ. അപ്പൊ ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ എടുത്തഴിക്ക് തിരിച്ചു പറഞ്ഞൊരു ഡയലോഗ് എന്താണെന്നറിയോ? വ്യക്തികളല്ല നോക്കേണ്ടത്, അവരുടെ ഐഡിയോളജിയെ നോക്കണം. അവര് നല്ല ആൾക്കാരൊക്കെ ആയിരിക്കാം, പക്ഷെ ഐഡിയോളജി ഉണ്ടല്ലോ, സംഘപരിവാറിന്റെ ഐഡിയോളജി, അത് നോക്കണം. അത് മോശമാണ്. അത് ഈ നല്ല വ്യക്തികളെ പോലും എപ്പോ വേണമെങ്കിലും ദുഷിപ്പിച്ചു കളയും. അതുകൊണ്ട് വ്യക്തികളെ നോക്കിയിട്ടല്ല അതിനെ വിലയിരുത്തേണ്ടത്. പക്ഷെ ഇസ്ലാമിന്റെ കാര്യം വരുമ്പോണ്ടല്ലോ ഒരു നേരെ തിരിച്ചാ പറയുന്നത്. കിതാബിനകത്താക്കാന്ന് എഴുതി വെച്ചോട്ടെ, ഇവിടുത്തെ മുസ്ലിങ്ങൾ അങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടോ? മുസ്ലിങ്ങൾ നല്ലവരല്ലേ? അതായത് ഇസ്ലാമിന്റെ കാര്യം വരുമ്പോ ഐഡിയോളജി വേണ്ട, അത് വിട്ടുകള, വ്യക്തികളെ നോക്കിയാൽ മതി. പക്ഷെ RSSന്റെ കാര്യം നമ്മൾ പറഞ്ഞാൽ, RSSനകത്തുള്ള നമുക്ക് പരിചയമുള്ള നമ്മുടെ സ്നേഹിതന്മാരായ ഏതെങ്കിലും വ്യക്തികൾ നല്ലവരാണെന്ന് നമ്മൾ പറഞ്ഞാൽ അപ്പൊ ഇവര് തിരിച്ചു പറയും വ്യക്തികളെല്ലാം നോക്കേണ്ടത്, ഐഡിയോളജിയെ നോക്കണം. ഈ ഇരട്ടത്താപ്പൊക്കെ ആയിട്ട് എത്ര നാള് ഇവര് മുന്നോട്ട് പോകും? എപ്പോഴും ഞങ്ങൾ പറയുന്നത് ഏത് സമയത്തായാലും നോക്കേണ്ടത് വ്യക്തികളല്ല, ഐഡിയോളജികളെ തന്നെയാണ്. ഐഡിയോളജിയെ നോക്കണം. കാരണം മനുഷ്യനെ നന്നാക്കുന്നത് നശിപ്പിക്കുന്നത് അതാണ്. ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജി മനുഷ്യനെ നശിപ്പിക്കുന്നതാണ്. അത് ഞങ്ങൾക്ക് 100% ഉറപ്പുള്ളൊരു കാര്യമാണ്. ഇനി ഇവര് പറഞ്ഞതിന്റെ വേറൊരു കാര്യം, അതും കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം. വേറൊരു സംഭവം ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഖുർആന് ഹദീസുകളൊക്കെ പറഞ്ഞതനുസരിക്കുന്ന മുസ്ലിങ്ങളുണ്ടല്ലോ, ഒറിജിനൽ മുസ്ലിങ്ങൾ, വെള്ളം ചേർക്കാത്ത നാമധാരികളല്ലാത്ത യഥാർത്ഥ മുസ്ലിങ്ങൾ, അവർ എന്നെങ്കിലും ഇവിടെ 100 കൊല്ലം മുമ്പ് ഉണ്ടായതുപോലെ 1921 നമുക്കറിയാവുന്നതുപോലെ ഇനി ഭാവിയിൽ എന്നെങ്കിലും ക്രിസ്ത്യാനികളെ വംശീയോന്മൂലനം നടത്താൻ വേണ്ടി വരികയാണെങ്കിൽ, അന്ന് ഹിന്ദുക്കളെയാണ് അധികം വംശീയോന്മൂലനം നടത്തിയത്, അവിടെയുള്ള ഹിന്ദുക്കളെയാണ്. പക്ഷെ ഭാവിയിൽ ക്രിസ്ത്യാനികൾക്ക് നേരെ ഇവർ വരികയാണെങ്കിൽ ക്രിസ്ത്യാനികളുടെ പക്ഷത്തു നിന്നും യാതൊരു പ്രതിരോധവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലാണ് ലിയാഖത്ത് അലിയെ പോലെയുള്ള ടീം എടുക്കുന്നത്. മുൻകരുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്ത്യാനി ഇതിനെക്കുറിച്ച് കൃത്യമായ പഠിച്ച് മനസ്സിലാക്കി ഇതിനെക്കുറിച്ച് ബോധവാന്മാരായാൽ അവരെപ്പോഴും ജാഗ്രതയോടുകൂടെ ഇരിക്കും. അവരെ പെട്ടെന്ന് അങ്ങനെ ആക്രമിച്ച് കീഴടക്കാൻ പറ്റുകയില്ല. ഇപ്പൊ പാലാ ബിഷപ്പ് ആ ജാഗ്രതയെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഇവരുടെ ഓരോരോ കാര്യങ്ങളും, ഇവര് നാർക്കോട്ടിക് ജിഹാദ് വഴി നമ്മുടെയൊക്കെ ചെറുപ്പക്കാരെ ഒന്നിനും കൊള്ളാത്ത ചണ്ടികളാക്കി മാറ്റി അതേ വിധത്തിലൊക്കെ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എളുപ്പം ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1921 പോലെയുള്ളതിന് ഭാവിയിൽ ആവർത്തിച്ചാൽ അവർക്ക് സംഗതി എളുപ്പമാണ്, പണി എളുപ്പമാണ്. കാരണം ഇവിടെ എതിർക്കാനോ പ്രതിരോധിക്കാനോ ഒന്നും ആരും ഇല്ലല്ലോ, എല്ലാവരും ഇതിനകത്ത് അടിമപ്പെട്ടു പോകുമല്ലോ, ആ ഒരു സ്ഥിതിയിലാക്കുക. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി തന്നെയാണ് അദ്ദേഹം അത് പറഞ്ഞത്, നമ്മൾ ജാഗ്രതയോടെ ഇരിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ ഇത് പറയുന്നത്. അപ്പൊ ക്രൈസ്തവ സമൂഹത്തെ, അല്ലെങ്കിൽ മൊത്തം സമൂഹത്തെ, ക്രൈസ്തവർ മാത്രമല്ല ഞങ്ങളെ കേൾക്കുന്നത്, ഹിന്ദുക്കളും കേൾക്കുന്നുണ്ട്, മറ്റ് നിരീശ്വരവാദികളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സമൂഹത്തെ ഇസ്ലാമിന്റെ ഈ അപകടത്തെക്കുറിച്ച്, ഇത് ഉറങ്ങിക്കിടക്കുന്ന ഭൂതമാണ്, എപ്പോ വേണമെങ്കിലും എഴുന്നേക്കും എന്നുള്ള ആ ഒരു ചിന്ത ഞങ്ങൾ കൊടുത്തിട്ട് അവരെ ജാഗ്രതയോടുകൂടെ നിർത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഇനി ഒരു 21 ആവർത്തിക്കാൻ പറ്റുകയില്ല. അത് ബുദ്ധിമുട്ടാണ്. അതാണ് ഇവരുടെ പ്രശ്നം. ലിയാഖത്ത് അലിയുടെ ഒക്കെ പ്രശ്നം അതാണ്. ഞങ്ങളെപ്പോലുള്ളവരെ വർഗീയവാദി ചാപ്പ് കുത്തി നിശബ്ദരാക്കി കഴിഞ്ഞാൽ, ഞങ്ങളൊക്കെ മിണ്ടാണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് എളുപ്പമാണ്. ഈ ഇന്റലക്ച്വൽ ജിഹാദികള് പതുക്കെ സമൂഹത്തിനെ ഇത് ചെയ്യും.
കൃത്യമായിട്ട് ഈ ക്രിസ്ത്യാനി എന്ന് പറയുന്ന വിഭാഗത്തിനെ കൃത്യമായിട്ട് ഫ്രെയിം ചെയ്യും, ടാർഗറ്റ് ചെയ്തിരിക്കണം. അതുകൊണ്ടാണ് ക്രിസംഗി എന്നുള്ള പേര് ആദ്യവും പിന്നെ സംഘൃഡാപ്പി എന്നുള്ള പേര് രണ്ടാമതും ഇട്ടത്. ആദ്യത്തെ ഫലിച്ചില്ല എന്ന് കണ്ടപ്പോൾ രണ്ടാമത്തെ സംഘൃഡാപ്പി ഒക്കെ ഇട്ടത് ആ മതത്തിനെ തന്നെ ഫ്രെയിം ചെയ്ത് പൊതുസമൂഹത്തിന്റെ ഉള്ളിൽ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളവരാണ് എന്നുള്ളൊരു ധാരണ ഉണ്ടാക്കി ഒറ്റപ്പെടുത്തി അവസരം വരുന്ന സമയത്ത് നശിപ്പിച്ച് കളയുക. കാരണം ഇത് മറ്റു പലയിടത്തും ചെയ്തിട്ടുണ്ട് ഇവര്. അറബ് രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു കാലത്ത് ക്രിസ്ത്യൻ രാജ്യങ്ങളായിരുന്നു. ക്രിസ്ത്യാനികൾക്ക് വളരെയധികം ഭൂരിപക്ഷം ഉണ്ടായിരുന്ന രാജ്യങ്ങളാണ്. ഇന്നവിടെ പേരിന് വളരെ മരുന്നിനൊക്കെ കുറച്ച് ക്രിസ്ത്യാനികൾ കണ്ടെങ്കിലായി. അപ്പൊ അതേപോലത്തെ ഒരു അവസ്ഥ കേരളത്തിൽ വരുത്തണമെങ്കിൽ ഞങ്ങളെ പോലുള്ളവര് ഇതിന് തടയിടാൻ വേണ്ടി അവരുടെ ആ തന്ത്രത്തിന് തടയിടാൻ വേണ്ടി ഉണ്ടാകരുത്. ഞങ്ങളെയൊക്കെ വർഗീയവാദി ചാപ്പി അടിച്ച് നിശബ്ദരാക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് ഈ കൂട്ടരെ നമ്മൾ കരുതിയിരിക്കണം. ഇവര് ജിഹാദികളെക്കാൾ അപകടകാരികളാണ്. ജിഹാദികൾ നമുക്കറിയാം ശത്രുവാണ്, നമ്മളെ കൊല്ലാൻ നടക്കുന്നവനാണ്, നമ്മൾ അവനെ എപ്പോഴും ജാഗ്രതയോടെ തന്നെ ഇരിക്കും. പക്ഷെ ഇവരങ്ങനെയല്ല, ഇവര് നമ്മോടൊപ്പം നടക്കുന്നു, നമ്മുടെ കൂട്ടത്തിലാണെന്ന് ഭാവിച്ചിട്ട് അങ്ങനെ ഉള്ളൊരു ഇത് നമുക്ക് തന്നിട്ടാണ് നമുക്ക് പണി തരുന്നത്. അത് കൂടുതൽ അപകടം ഉണ്ടാക്കും. നമ്മൾ അവരെ സൂക്ഷിക്കണം. ഇവരെ ഒന്നും നമുക്ക് ഈ വെറും എമുക്കൾ എന്നല്ല ഇവരെ വിളിക്കേണ്ടത്. ഇവർ എക്സ് മുസ്ലിംസ് ആണ്, അപ്പോൾ തന്നെ ഇവർ സുഡാപ്പികളുമാണ്. മനസ്സിലായ? അപ്പൊ ഇവരെ നമുക്ക് പേരിട്ടില്ല, ഇവർക്കിട്ടുള്ള ഒരു പേര് എന്ന് പറഞ്ഞാൽ എമുഡാപ്പികൾ എന്ന് വിളിക്കാം, തിരിച്ചറിയാൻ വേണ്ടി. അതല്ലാത്ത എക്സ് മുസ്ലിംസ് ഉണ്ട് കേട്ടാ. എക്സ് മുസ്ലിംസ് വെച്ച് കഴിഞ്ഞാൽ അവരങ്ങനെ പറയുന്നതല്ല, ഇസ്ലാം വിട്ടു വന്ന ആൾക്കാർ, ഇപ്പൊ ജാമ്യ ടീച്ചറിനെ പോലെയുള്ളവരൊക്കെ കൃത്യമായിട്ട് ഇസ്ലാം എന്ന് പറഞ്ഞ ഐഡിയോളജി എന്താണെന്ന് മനസ്സിലാക്കി അത് മനുഷ്യവംശത്തിന് ദോഷമാണെന്ന് മനസ്സിലാക്കി അതിനെ ആക്രമിക്കുന്നവരാണ് ആ സ്ത്രീ. എനിക്ക് അവരോട് ഭയങ്കര ബഹുമാനമുണ്ട്. അതുകൊണ്ടാണ് അവരുടെ സാക്ഷ്യം അത് കഴിഞ്ഞപ്പോ എന്നോട് ഒരു ബ്രദർ ചോദിച്ചത് ട്രൂത്ത് ഫൈറ്റേഴ്സിൽ ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ ആളൊരു സംശയത്തോടെ ചോദിച്ചത്, കാരണം നിരീശ്വരവാദിയല്ലേ, ട്രൂത്ത് ഫൈറ്റേഴ്സ് ആണെങ്കിൽ ക്രിസ്തീയ ഇതാണ്. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഞാൻ ഇട്ടോളാം എന്ന് പറഞ്ഞിട്ട് ആ ഫസ്റ്റ് എപ്പിസോഡ് അവർ തന്നു, ഞാനത് ഇടുകയും ചെയ്തത്. അപ്പൊ അവരോടുള്ള ബഹുമാനമുണ്ട്, അത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയുള്ള ചില ടീമുകളുണ്ട്. അപ്പൊ നമ്മളിത് പറയുമ്പോൾ എല്ലാവരും അതിനകത്ത് ഉൾപ്പെടുത്തരുത്. ഇസ്ലാം വിട്ടു വന്നവരെല്ലാവരും ഈ ഗണത്തിലാണ് നമ്മൾ വിചാരിക്കരുത്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ടീംസ് ഇവരെ വേറെ ആയിട്ട് തന്നെ നമ്മൾ കാണണം. കേവലം എക്സ് മുസ്ലിം എന്നുള്ള നിലയിലല്ല, അവർ വേറൊരു ഇതായിട്ട് കാണണം. അതുകൊണ്ട് ആ ടീമുകൾ അത് എക്സ് മുസ്ലിങ്ങളാണ്, അപ്പൊ തന്നെ അവർ സുഡാപ്പികളുമാണ്. അതുകൊണ്ട് ഇവരെ നമ്മൾ വിളിക്കേണ്ടത് എമുഡാപ്പികൾ എന്നാണ്. ഇവർ ആ വിധത്തിൽ തന്നെ ഐഡന്റിഫൈ ചെയ്യപ്പെടണം, അവർ അങ്ങനെ തന്നെ തിരിച്ചറിയപ്പെടണം. അപ്പൊ ഇതോടുകൂടി ഞാൻ ഈ വിഷയാവതരണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ കൂട്ടർ ഇത് കേരള സമൂഹത്തിന് ഇവർ ചെയ്യുന്ന ദ്രോഹം ഭയങ്കരമാണ്. ഇവരെ നമ്മൾ ഒരു കാരണവശാലും വിശ്വാസത്തിലെടുക്കരുത്. ഇവർ ഈ ചെയ്യുന്ന ഈ ദ്രോഹത്തിന്റെ എഫക്ട് എന്താണെന്നുള്ളത് ഒരു 5-10 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇവർക്കെതിരെ ഞാൻ ആദ്യം ഒരു വീഡിയോ ഇറക്കി കഴിഞ്ഞപ്പോൾ, ആരുടെയും പേരൊന്നും പറയാതെ തന്നെ ഇറക്കിയപ്പോൾ എന്നെ ശക്തമായിട്ട് എതിർത്ത പല സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അങ്ങനെയൊന്നുമല്ല, തെറ്റിദ്ധാരണയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എതിർത്ത കുറെ പേരുണ്ടായിരുന്നു. ക്രിസ്ത്യാനികളും നിരീശ്വരവാദികളും ഒക്കെ ആയ പലരും, ചില സംഘപരിവാറിന്റെ ആളുകളും അതിനെ എതിർത്തിരുന്നു. പക്ഷെ ഇപ്പൊ മാറി. ഇപ്പൊ പലരും വന്നിട്ട് പറഞ്ഞു സോറി പറയാനല്ലേ, അന്ന് എനിക്ക് അബദ്ധം പറ്റിപ്പോയി എന്ന്. കാരണം നമ്മളിത് വെറുതെ പറയുന്നൊന്നുമല്ല, കൃത്യമായി നിരീക്ഷിച്ച് വിശകലനം ചെയ്തു തന്നെയാണ്. ഇവരുടെ ഓരോ വാക്കുകളും ഞങ്ങൾ നോക്കുന്നുണ്ട്. എന്താണ് ആ വംശീയ വിവേചനം എന്നുള്ള വാക്കൊക്കെ ഉപയോഗിച്ച് ചുമ്മാ അങ്ങോട്ട് പോകാന്ന് വിചാരിച്ചത്. കാരണം പൊതുസമൂഹത്തിന്റെ ഉള്ളിലേക്ക് അതൊരു ഇൻഫർമേഷൻ അവർ കൊടുക്കുകയാണ്, ക്രിസ്ത്യാനികൾ വംശീയ വിവേചനം കാണിക്കുന്നവരാണെന്ന്. അതാ വാക്കങ്ങൾ പറഞ്ഞ് ചുമ്മാ അങ്ങോട്ട് ഇതായിട്ട് അങ്ങ് പോവാണത്. പക്ഷെ ഞങ്ങളത് കൃത്യമായിട്ട് കണ്ടുപിടിച്ച് മറുപടി പറയും. അല്ലെങ്കിൽ സംഘൃഡാപ്പി നമ്മൾ വിചാരിക്കുന്ന ഒരു പേരല്ലേ, പക്ഷെ അതിൽ ആ ക്രിയ എന്നുള്ള വാക്ക് കൃത്യമായ ഉദ്ദേശത്തോടുകൂടി തന്നെ അവർ ഉപയോഗിച്ചിരിക്കുന്നതാണ്. ഞങ്ങളത് കണ്ടുപിടിച്ച് അത് എക്സ്പോസ് ചെയ്യും. അല്ലാതെ രക്ഷയില്ല. ഇതിപ്പോ ഓരോന്നോരോന്ന് ഇങ്ങനെ ചെയ്തു വരുമ്പോ, ഇപ്പൊ ഞാൻ ഈ പറയുമ്പോ ഇതിനൊക്കെ കേൾക്കുന്നതിൽ എതിർപ്പുള്ള കുറെ ആൾക്കാരുണ്ടാവുമായിരിക്കും. പക്ഷെ ഒരു 4-5 കൊല്ലം കഴിയുമ്പോൾ അതേ ടീംസ് വന്നിട്ട്, അതിന് മുമ്പേ ചിലപ്പോൾ സംഭവിച്ചെന്നും വരാം, വന്നിട്ട് പറയും സോറി അല്ലേ, അന്ന് തെറ്റായി, താങ്കളെ കുറിച്ച് തെറ്റിദ്ധരിച്ചു പോയി എന്നൊക്കെ പറയും. അതെനിക്ക് ഉറപ്പാണ്. അപ്പൊ ഏതായാലും വിഷയാവതരണം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം.